السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കുവാൻ പറയുന്ന ഞാനും ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടവരെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന സത്യം ആമുഖമായും ആത്മാർത്ഥമായും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ ദീന് ശരിയാവണ്ണം പഠിക്കുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെട്ട് ഈമാൻ കിട്ടി മരിച്ച് ബർസഖി ലോക ജീവിതവും നാളെ പരലോകവുമെല്ലാം ഏറ്റവും ഖൈറായ രൂപത്തിലുള്ളതാക്കി തീർക്കുമാറാകട്ടെ. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വേദിയിലാണ് അൽഹംദുലില്ലാ ഒരിക്കൽ കൂടെ സന്നിഹിതരാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും റഹ്മാനായ റബ്ബ് അവസരം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ ഒരു സംസാരത്തിൻ്റെ ആദ്യന്തം വരെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന വലിയൊരു സന്തോഷം ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇന്ന് നമ്മൾ ഒരു പക്ഷേ ഉറങ്ങുന്നതിന് മുൻപ് അവസാനമായി നിർവഹിക്കുന്ന റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള ത്വലബുൽ ഇൽം, അറിവ് അന്വേഷിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയിലാണ് നമ്മളുള്ളത് എന്ന സത്യം നമ്മൾ മറക്കാൻ പാടില്ല. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഇത് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പൊതുവെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും പ്രത്യേകിച്ച് തടസ്സങ്ങളും വിഘ്നങ്ങളും ഒന്നുമില്ലാതെ ആ കാര്യം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ കാലേ കൂട്ടി പഠിക്കുന്നൊരു പ്രവണത നമുക്ക് പലപ്പോഴും ഉണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണെന്ന് കരുതുക. ഒരു സുപ്രഭാതത്തിൽ ആ കച്ചവടം തുടങ്ങലല്ല നമ്മൾ പതിവ്, മറിച്ച് അത് മുൻപേ ചെയ്ത ആളുകളോട് നമ്മൾ ചോദിക്കും, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നാം നടത്തും, ആ വിഷയത്തിൽ തനിക്ക് മാർഗനിർദ്ദേശം നൽകാൻ ആർക്കൊക്കെ കഴിയുമോ ആ വാതിലുകളെല്ലാം നാം പോയി മുട്ടാറുണ്ട്. ഒരു കുട്ടിക്കൊരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരാൾക്ക് നമ്മളാരും
എടുത്തു കൊടുക്കാറില്ലല്ലോ. കൂടുതൽ കാര്യങ്ങൾ നാം അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ധാരണ ആരിൽ നിന്നാണോ നമുക്ക് ലഭിക്കുന്നത്, അത് ലഭിക്കുവോളം നമ്മൾ ആ അന്വേഷണം തുടങ്ങിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിക്ക് ലഭിക്കുന്ന ഒരു സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു കൃത്യമായ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുക എന്നത്. കാരണം അതില്ല എങ്കിൽ എന്താ ഉണ്ടാകുക? അതില്ല എങ്കിൽ കുറച്ച് മുന്നോട്ട് പോയിട്ടായിരിക്കും നമുക്ക് അമളി ബോധ്യപ്പെടുക. പിന്നെ ഒന്ന് തിരിച്ചു പിടിക്കാനോ പിന്നീടൊന്ന് തിരുത്താനോ ഒരു പക്ഷേ സമയമോ സന്ദർഭമോ സാഹചര്യമോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, അൽഹംദുലില്ലാ നിന്നോട് ആ കാര്യം ഇന്ന സമയത്ത് ചോദിക്കുകയും എനിക്ക് ആ കാര്യം കൃത്യമായി കൊണ്ട് പറഞ്ഞു തരികയും ചെയ്തതുകൊണ്ട് അവൻ പോയി ചാടിയ അബദ്ധത്തിൽ ഞാൻ ഏതായിരുന്നാലും പെട്ടില്ല. എന്തേ കാരണം? നമ്മൾ ആ വിഷയത്തിൽ തെറ്റുപറ്റാത്തൊരു മാർഗനിർദ്ദേശം നമ്മൾ സ്വീകരിച്ചു, അത് നമ്മൾ അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, കേവലം ഒരു കച്ചവടത്തിലോ ഭൗതിക ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരു വീട് വെക്കുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ മക്കളുടെ പഠനത്തിലോ മാത്രമുള്ള സംഗതിയല്ല ഇത്. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മരിക്കുവോളം ഇൻഷാ അല്ലാഹ് നാം ഒരു വിശ്വാസി എടുത്തു വെക്കുന്ന കാലുകളെല്ലാം കൃത്യമായ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോഴേ ഈ ജീവിതം ഏറ്റവും അർത്ഥവത്തായി, തെറ്റുകൾ പറ്റാത്ത, അബദ്ധങ്ങൾ പിണയാത്ത സ്വർഗാവകാശിയായി കൊണ്ട് മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് നമുക്ക് വിശുദ്ധ ഖുർആൻ എന്ന മഹത്തരമായൊരു ഗ്രന്ഥം ഇറക്കി തന്നിട്ടുള്ളത്. എന്തിനാണ് ഖുർആൻ എന്ന് ചോദിച്ചാൽ, അത് റമദാൻ മാസം വരുമ്പോൾ അങ്ങനെ ഓതി തീർക്കാൻ ഒരു ഹർഫിന് 10 കൂലി ഉണ്ടത്രേ. അപ്പോൾ ഒരു 30 ജുസു ഒക്കെ ഓതുമ്പോൾ 30 ലക്ഷം കൂലി കിട്ടുമെന്നൊക്കെ ഖുത്ബയിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് പാരായണം ചെയ്യാമല്ലോ എന്ന ഒരു പരിമിതമായൊരു ചിന്തയല്ല നമുക്ക് ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയത് റഹ്മാനായ റബ്ബ് സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നുണ്ട്, അലിഫ് ലാം റാ അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. എത്ര മനോഹരമായിട്ടാണെന്നറിയോ വിശുദ്ധ ഖുർആൻ. എന്തിനാണ് ഞാൻ ഇറക്കി തന്നത് എന്ന് റബ്ബ് വിശദീകരിക്കുന്നത്. എന്തിനാ? കിതാബുനൊരു ഗ്രന്ഥമാണത് ഖുർആൻ. അൻസൽനാ ഇലൈക, താങ്കളിലേക്ക് ഞാൻ ഇറക്കി തന്നു. എന്തിന്? ലിതുഖ്രിജൻ നാസ, ജനങ്ങളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. എന്തിൽ നിന്നും? മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കരകയറ്റാൻ വേണ്ടിയിട്ടാണ്. അവർ പല വിഷയത്തിലും അറിവില്ലാത്തവരാണ്. അവർക്ക് എന്താ എങ്ങനെയാ ചെയ്യേണ്ടെന്ന് അറിയാത്ത ആളുകളാണ് മഹാഭൂരിഭാഗവും. സാധുക്കളാണ്, പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒരു കലാലയം ഒരു പക്ഷേ അവർ കയറി ചെന്നിട്ടില്ല, ദീന് പഠിക്കാൻ അവസരം കിട്ടാത്തവരാണവർ. അതുകൊണ്ട് ഈ ഖുർആൻ ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട കൃത്യമായ വെളിച്ചം നീ വീശിക്കൊള്ളണമെന്ന് റഹ്മാനായ റബ്ബ് പറയുന്നു. ബിഇദ്നി റബ്ബിഹിം, അതെല്ലാം സാധ്യമാകണമെങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ ഒരു പെർമിഷൻ, അവൻ്റെ ഒരു അനുമതിയോട് കൂടെയാണ് അത് സാധിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ശരിക്കും വിശുദ്ധ ഖുർആൻ ജീവിതത്തിലെ എല്ലാ തലത്തിലും നമുക്കൊരു വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിന് കൂടുതലൊന്നും പോകണ്ട. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്ര ശകലുണ്ടല്ലോ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ആദ്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തൊരു സമൂഹമുണ്ട് അല്ലേ? ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചു പോയൊരു സമൂഹം. അവരുടെ ഖുർആൻ ഇറങ്ങുന്നതിന് മുൻപുള്ളൊരു ജീവിതവും ഇരുണ്ടടഞ്ഞ ഒരു ജീവിതവും വിശുദ്ധ ഖുർആൻ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ളൊരു ജീവിതവും രാവും പകലും പോലെ വ്യത്യാസമാണ് സുഹൃത്തുക്കളെ. നോക്കൂ നിങ്ങൾ, ഡാർക്ക് ഏജ് എന്നാണ് ചരിത്രത്തിൽ ജാഹിലിയ കാലഘട്ടം അറിയപ്പെടുന്നത്. ഇരുണ്ട യുഗം, പരിപൂർണമായും അന്ധകാരം. എങ്ങനെയാ ചെയ്യുക, എന്ത് നിലപാടാ ജീവിതത്തിൽ സ്വീകരിക്കുക, എങ്ങനെയാ ഒരു നല്ല മനുഷ്യനായി കൊണ്ട് ജീവിക്കാം, ഒരു സ്വർഗാവകാശിയുടെ ക്വാളിറ്റികൾ എന്താ, ഒന്നും അറിയാത്തൊരു ജനപദം. അവരുടെ കൈകളിൽ ഇല്ലാത്ത എന്ത് തിന്മയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഈ ലോകത്തുള്ളത്. എന്തേലുണ്ടോ? ഇന്ന് നമ്മൾ മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന തിന്മകളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില തിന്മകളുണ്ട്. ലഹരി അല്ലേ, കൊലപാതകം,
വ്യഭിചാരം, പിടിച്ചുപറി, മോഷണം തുടങ്ങി, ചതി, വാതുവെപ്പ് തുടങ്ങി എന്തെല്ലാം ഒരു മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുമോ, എന്തെല്ലാം തിന്മകൾ നമുക്ക് ഓർമ്മ വരുന്നുവോ, അതിൻ്റെ എല്ലാം ശക്തമായ രൂപത്തിൽ ജീവിതത്തിൽ കൊണ്ടു നടന്ന മനുഷ്യന്മാരായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ. എന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ വാളുകൊണ്ടായിരുന്നു മറുപടി. സ്വന്തം അയൽപക്കത്തുള്ളൊരു ഒട്ടകം ഇപ്പുറത്തുള്ളവന്റെ വീട്ടിൽ ഒരു ഇല കഴിച്ചാൽ അതിന്റെ വിഷയത്തിൽ പോലും 40 വർഷത്തോളം യുദ്ധം ചെയ്യാൻ അവർക്ക് അത് തന്നെ മതിയായിരുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം ഒരുത്തിയെ പോലും വ്യഭിചരിച്ചില്ല എങ്കിൽ ഉറക്കം വരാത്തവർ ഉണ്ടായിരുന്നു. ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഖബറിനരികിൽ നിങ്ങളൊരു മുന്തിരി വള്ളി കൊടുന്ന് കുഴിച്ചിടണം, കാരണം എൻ്റെ മയ്യത്തില് ആ മുന്തിരി വള്ളിയുടെ ചാറെങ്കിലും എനിക്ക് കിട്ടുമല്ലോ. അത്രത്തോളം മരിച്ചാൽ പോലും മദ്യം മാറ്റിവെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ജനപദം കഴിഞ്ഞുപോയി. സ്വന്തം ഭാര്യയുടെ ഉദരത്തിൽ പിറന്നത് ഒരു പെൺകുഞ്ഞാണെന്ന് അറിയുമ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് കഴിയുമോ നമുക്ക് ആ ഒരു പിഞ്ചു പൈതലിനെ എങ്ങനെയുണ്ട് വാങ്ങിയിട്ട് നിലത്തടിച്ചു കൊല്ലാൻ നമ്മുടെ കൈകൾ ഉറക്കുമോ? ഇന്ന് കാലത്തെ കുറിച്ച് നമ്മൾ പറയും ഏറ്റവും വലിയ തിന്മയിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്നുള്ളത്. പക്ഷെ ഏതെങ്കിലും മാതാവ് ഇന്ന് കഴിയുമോ? ഏതെങ്കിലും വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ അരങ്ങേറിയതായിരിക്കേണ്ട വാർത്ത ഉണ്ടോ? എവിടെയെങ്കിലൊക്കെ ഉണ്ടാകാമെന്നതല്ലാതെ. പക്ഷേ മഹാഭൂരിഭാഗം വരുന്ന ആളുകളുടെ ജീവിതത്തിലും ഒരു കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടു കൂടെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ കൊല്ലാൻ സഹോദരങ്ങളെ ഉറപ്പുള്ള മനസ്സിന്റെ ഉടമകളായിരുന്നു അവർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സംസ്കാര ശൂന്യരായിരുന്നു അവർ. ഒരു മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതിഥിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അയൽപക്കക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, മൂത്തവരോട് എങ്ങനെയാണ്, താഴെയുള്ളവരോട് എങ്ങനെയാണ്, ഒന്നും അറിയില്ല. ഒന്നും അറിയാത്ത സംസ്കാര ശൂന്യരായിരുന്നു അവർ. അവിടേക്കാണ്, ആ ജനപദത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അല്ലാഹ് പറയാ, ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ജീവിതത്തിൽ ഇരുണ്ടടഞ്ഞു പോയ ഈ മനുഷ്യന്മാരെ പ്രകാശതീരത്തേക്ക് നീ കൊണ്ടുവരണം, പ്രകാശതീരത്തേക്ക് നീ കൊണ്ടുവരണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 4 നൂറ്റാണ്ട് പണിയെടുത്തു. 23 വർഷം ഘട്ടം ഘട്ടമായി. കുറച്ച് കഴിയുമ്പോൾ റഹ്മാനായ റബ്ബ് തന്നെ ആയത്തിറക്കി, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. അല്ലാഹ് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്താ? നിങ്ങളാണ് ഏറ്റവും ടോപ്പ് സമൂഹം. തൊട്ട് മുൻപേ ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന്റെ ഏറ്റവും നെറികേടിൽ ജീവിച്ചൊരു ടീമിനെ ചൂണ്ടിയിട്ട് റഹ്മാനായ റബ്ബ് പറയാൻ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമൂഹം. റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു. ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അല്ലാഹു തൃപ്തിപ്പെട്ടു. പലരും സ്വർഗാവകാശികളാണ് എന്ന് വരെ പറഞ്ഞു തീർക്കുന്ന വാചകങ്ങൾ നമ്മൾ കണ്ടു. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, പിന്നെ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ സമൂഹം എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന എൻ്റെ സ്വഹാബാക്കളാണ്. ഞാൻ ഖുർആനുമായി കൊണ്ട് വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ റെഡിയായി നിന്നൊരു സമൂഹമാണ് ഏറ്റവും ഉന്നതമായ സമൂഹം എന്നാണ്. അവരോളം ഇനി വെല്ലാൻ നമ്മൾ എത്ര തലകുത്തി നിന്ന് ഇബാദത്ത് ചെയ്താലും സ്വഹാബാക്കളുടെ 7 അയലത്ത് വരെ നമുക്ക് കഴിയില്ല കൂട്ടരെ. അത്രത്തോളം വരുന്ന മാറ്റം അവർക്കുണ്ടായി എന്നുള്ളത്. എങ്ങനെ സംഭവിച്ചു? മറുപടി റഹ്മാനായ റബ്ബ് തന്നെ പറഞ്ഞു സൂറത്തു ആൽ ഇംറാനിൽ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു അവർക്ക് അനുഗ്രഹമായി കൊണ്ടു കൊടുത്തു. ആരെ? അവരിൽ നിന്ന് തന്നെയുള്ളൊരു ദൂതനെ, അഥവാ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രവാചകനായി കൊണ്ട് അവർക്ക് കൊടുത്തു എന്നുള്ളത് വലിയ ഒരു തൗഫീഖാണ്, നന്മയാണ് എന്ന ആ പ്രവാചകന്റെ പണി എന്താ? യത്ലൂ അലൈഹിം ആയാതിഹി യത്ലൂ അലൈഹിം ആയാതിഹി. അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ അതാ പ്രവാചകൻ ഒന്നൊന്നായി കൊണ്ട് ഓതിക്കൊടുക്കുന്നു.
വയുസക്കീഹിം, അവരെ അതാ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധപ്പെടുത്തുന്നു, തസ്കിയത്ത് കൊടുക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ആ വിശുദ്ധ ഖുർആൻ അതാ പടിയടിയായി കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹിക്മത്ത് അഥവാ വിജ്ഞാനം അവരെ നുകർന്നുകൊണ്ടിരിക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ ഒരു വഴികേടിലായിരുന്നു അവർ മുമ്പുണ്ടായിരുന്നത്. പക്ഷേ പടിപടിയായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഉപയോഗിച്ച് അവരെങ്ങനെ പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ടേയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ സുഹൃത്തുക്കളെ ജീവിതത്തിന്റെ എല്ലാവിധ ഇരുട്ടിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കാനുള്ള മനസ്സുണ്ടോ നമുക്ക്? ഖുർആനിന്റെ അധ്യാപനങ്ങളൊന്ന് നിന്ന് കേട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ നമ്മൾ? മാറിയിരിക്കും നമ്മൾ ഇൻഷാ അല്ലാഹ്. ഖുർആൻ നടത്തുന്ന പരിവർത്തനത്തെക്കാൾ വലിയൊരു പരിവർത്തനം ലോകത്തിലൊരു ഗ്രന്ഥം കൊണ്ടും നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സംസാരം, നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്ന, നമുക്ക് വേണ്ടി സ്വർഗവും നരകവും ഉണ്ടാക്കി തീർത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഒരു സ്വാധീനം അത് ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ നൽകുന്ന അധ്യാപനങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനങ്ങൾ മാത്രം സമയത്തിന്റെ പരിമിതിയിൽ നിന്നും ഒന്ന് ഓടിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിശുദ്ധ ഖുർആൻ പടിപടിയായിക്കൊണ്ട് കൊണ്ടുവന്ന് എന്ന ആ ഒരു അധ്യാപന രീതി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ പ്രസംഗം കഴിഞ്ഞു പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് പരിവർത്തനം നടന്നത് എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളൊന്ന് ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കണം. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ആദ്യം വന്നിട്ടേ, വിശുദ്ധ ഖുർആൻ ആദ്യമായിക്കൊണ്ട് ഈ പറയപ്പെട്ട ടീം, എല്ലാ നെറുകേടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ അഭിസംബോധന ചെയ്ത രൂപം എന്താണെന്നറിയും? ആദ്യം പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയും? വിശ്വാസകാരികളാണ് സുഹൃത്തുക്കളെ, വിശ്വാസകാരികൾ. അവരുടെ വിശ്വാസത്തിൽ പല സംഗതികളുണ്ടായിരുന്നു. കാരണം അറിയില്ല, അവർ പഠിച്ചിട്ടില്ല, അവർ ഇരുട്ടിലാണ്, എങ്ങനെയാണ് ആരാധിക്കണമെന്ന് അവർക്ക് അറിയില്ല. ഇന്ന് വരെ ഖുർആൻ മറിച്ചൊന്ന് വായിക്കാനുള്ള തൗഫീഖ് അവർക്ക് കിട്ടിയിട്ടില്ല, അല്ലേ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ അവിടുത്തെ വിശ്വാസ രംഗത്തെ അപജയങ്ങൾ എന്തൊക്കെയായിരുന്നു? ലാത്ത്, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ, അവർക്ക് നേർച്ചകളും വഴിപാടുകളും കൊടുത്തിരുന്ന ആളുകൾ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി കൊണ്ട് കൈവെക്കാൻ പറഞ്ഞ മേഖല അവർ വിശ്വാസ രംഗത്ത് ഉത്ബുദ്ധരാക്കണം. അവരുടെ മനസ്സിൽ ബാക്കിയുള്ള ഇലാഹുകളെ എല്ലാം നീ മാറ്റണം. അള്ളാഹു അല്ലാത്ത അവർ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പലരോടും ചോദിക്കുമ്പോൾ അതിനെ എല്ലാം എടുത്ത് പുറത്തിടണം. വിശ്വാസരംഗമാണ് സുഹൃത്തുക്കളെ ആദ്യമായി കൊണ്ട് പറഞ്ഞത്. സ്വർഗം ആർക്കാണെന്ന ചോദ്യത്തിന് നിങ്ങൾ എന്തെങ്കിലും ഖുർആൻ മറിച്ച് ചോദിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്വർഗം ആർക്കാ? നമ്മളൊക്കെ സ്വർഗത്തിന് വേണ്ടി കൊതിക്കുന്ന ആളുകളല്ലേ സുഹൃത്തുക്കളെ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മളെല്ലാവരും സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരല്ലേ? സ്വർഗം വേണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് ആരെങ്കിലും പറയോ? ഒരാളും പറയില്ല. എങ്കിൽ ഖുർആൻ പഠിപ്പിച്ച സ്വർഗാവകാശികൾ ആരാന്നറിയോ? സ്വർഗം ആർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് വ്യത്യസ്തങ്ങളായ ആയത്തുൽ റഹ്മാനായ റബ്ബ് പറഞ്ഞു വെച്ച വാചകം എന്നറിയോ? വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും, ആദ്യം പറഞ്ഞത് വിശ്വാസം റെഡിയാക്കുകയും, വഅമിലുസ്സാലിഹാത്ത്, പിന്നീട് സൽക്കർമ്മങ്ങൾ ചെയ്തവർ, ഉലൈക സുഹാബുൽ ജന്ന, അവരാണ് സ്വർഗാവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, സ്വർഗത്തിലേക്ക് അവരാണ് പ്രവേശിച്ചാൽ പിന്നെ അവർക്കൊരു മടക്കില്ല. പിന്നെ സ്വർഗത്തിൽ അതിന്റെ എല്ലാവിധ ആഡംബരങ്ങളും ആസ്വദിച്ച് ഒരാള് പോലും അവിടുന്ന് വന്നിട്ട് ഇനി നിങ്ങൾ മാറിത്തരണം, ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ളതാണെന്ന് പറയില്ല സുഹൃത്തുക്കളെ. ഇന്ന് കിട്ടിയ സ്വർഗത്തിലെ സുഖങ്ങൾ ഒരു അണുവളവ് പോലും നാളെ കുറയില്ല, അത് കൂടുക മാത്രമേ ചെയ്യുള്ളൂ. ആരോഗ്യത്തോടുകൂടെയുള്ള, ആഫിയത്തോടുകൂടെയുള്ള ലക്ഷറി ലൈഫായിരിക്കും യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം, മനസ്സിൽ വിഭാവനം ചെയ്യുന്നതൊക്കെ
കണ്ണിന്റെ മുമ്പിൽ കയ്യെത്തും ദൂരത്ത് വന്നു നിൽക്കുന്ന വല്ലാത്തൊരു ലോകമാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗം നിത്യമായി, അവിടെ പിന്നെ മരണമില്ല. കാലാകാലം സ്വർഗം കിട്ടാനുള്ള ഏർപ്പാട്. സുഹൃത്തുക്കളെ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം പരിശോധിക്കേണ്ടത് എന്താ ഖുർആൻ പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ വിശ്വാസം ഓക്കെയാണെന്ന് നോക്കിക്കോളി എന്നാണ്. എത്ര അടുത്താ പറഞ്ഞേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ശരിക്കൊന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മൾ ഒരു ആവേശത്തിൽ കേട്ടുപോയാൽ പോരാ, ഒരു ആവേശത്തിൽ ദീൻ ഉൾക്കൊണ്ടാൽ പോരാ. നമ്മൾ ഈ ദുനിയാവിന്റെ മുകളിൽ ജീവിച്ചൊരു കാലം നമ്മൾ മരിക്കൂലേ? അതിനപ്പുറത്തുള്ള യഥാർത്ഥ ലോകത്തിൽ ജയിക്കുമോ പരാജയപ്പെടുമെന്ന് തീരുമാനിക്കുന്ന ഒന്നാമത്തെ മാനദണ്ഡം വല്ലാഹി സത്യം നമ്മുടെ വിശ്വാസ കാര്യമാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആദ്യമായി കൊണ്ട് ചോദിക്കുന്ന ചോദ്യം നിന്റെ നമസ്കാരത്തെ കുറിച്ചല്ല സഹോദരി, നിന്റെ അമലിനെ കുറിച്ചല്ല. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? റബ്ബിന് കൊടുക്കേണ്ട കടമകൾ, കടപ്പാടുകൾ കൊടുത്തോ? നീ റബ്ബിനോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടാണോ ഇവിടെ വന്ന് കിടക്കണത്? ചോദിക്കുമ്പോ ചില ആളുകൾക്ക് മറുപടി പറയാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. അത് തലക്കുമകത്ത് എന്ത് എഴുതിച്ചിട്ടും കാര്യമില്ല, അവിടുന്ന് മറുപടി പറയാൻ കഴിയില്ല. ഹാ എന്ന് പറയുമെന്ന ഹദീസിലെ പ്രയോഗമാണ്. ഒന്നും അറിയില്ല എന്ന. ശക്തമായ പ്രഹരങ്ങൾ അവന്റെ കഴുത്തിന്റെ ഭാഗത്ത് ഇരുമ്പ് ദണ്ഡുകളെ കൊണ്ട് മലക്കുകൾ പ്രഹരിക്കുമെന്നും 70 വർഷത്തെ വഴിദൂരത്തേക്ക് ആ മനുഷ്യൻ ആഴ്ന്നു പോകുമെന്നൊക്കെ പ്രവാചകൻ ഖബറിന്റെ ഭീകരതകൾ വിശദീകരിച്ചു. എന്റെ പൊന്നുമ്മമാരെ, സഹോദരിമാരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന അദാബാണത്, നമ്മളെ കാത്തിരിക്കുന്ന ശിക്ഷയാണത്. നഊദു ബില്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ശ്രദ്ധിക്കണം. വിശ്വാസരംഗം ഓക്കെയാണോ എന്ന് ഖുർആൻ പറഞ്ഞ വിശ്വാസമാണോ നമുക്കുള്ളത്? നാട്ടുകാരും ഉസ്താദ്മാരും പറഞ്ഞതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഖുർആൻ പറഞ്ഞ വിശ്വാസമാണോ? കാരണം എന്താ അറിയങ്ങളെ, ഖുർആൻ പിന്നെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ മലക്കുകൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും കഴിയുമ്പോൾ പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കണ്ടേ, എങ്ങനെ അതൊക്കെ പഠിച്ച്, ഇതെങ്ങനെ അതൊക്കെ മനസ്സിലാക്കിയത്? ഉത്തരമൊക്കെ പറഞ്ഞു, പക്ഷെ ഇതെങ്ങനെ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോ ആ സ്വർഗാവകാശി കൊടുക്കുന്ന മറുപടി എന്താ? ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഗ്രന്ഥം വായിച്ചവളാ, അത് പഠിച്ചവളാ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവനാ. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എന്തൊരു കാര്യം നാം പ്രവർത്തിക്കുമ്പോഴും ഖുർആനിൽ അതിന് തെളിവുണ്ടോ എന്ന് ആത്മാർത്ഥമായ പഠന വിധേയമാക്കിയിട്ടാ ഞാൻ ചെയ്തത്. പാരമ്പര്യമായിരുന്നില്ല എന്റെ പ്രമാണം ഖുർആനായിരുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിക്കുന്ന വിശ്വാസികൾ കൊടുക്കുന്ന മറുപടി. പറയാൻ കഴിയുമോ നമുക്ക്? ആത്മാർത്ഥമായി കൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നും 17 തവണ നെഞ്ചത്തും കൈവച്ച് നാം പറഞ്ഞ വാചകം എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് മാത്രട്ടോ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ. എത്ര വലിയ കരാറാ സുഹൃത്തുക്കളെ. ഞാൻ നിന്നെ മാത്രട്ടോ ആരാധിക്കുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും റബ്ബേ നിനക്ക് മാത്രം. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കുന്നുള്ളൂ. 17 തവണയാണ് നാം ചോദിച്ചത്. എന്നിട്ട് ഞാൻ എന്നോട് മാത്രമേ സഹായം ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നഊദു ബില്ലാഹ്, മുസ്ലിം സമൂഹത്തിലെ സിംഹഭാഗം വരുന്ന ആളുകൾക്കും പ്രശ്നങ്ങളും ആപലാദികളും മുസീബത്തുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോ ഓടുകയാണ് അല്ലാഹു എല്ലാത്തിടങ്ങളിലേക്ക്. നഊദു ബില്ലാഹ്. ഉണ്ടോ നമുക്ക് ആ പ്രവർത്തനം? ഉണ്ടോ നമുക്ക് ആ ചെയ്തികൾ? ഈ വരുന്ന വരവിൽ തന്നെ 2-3 മക്ബറകൾ പാസ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. എന്തിനാ സുഹൃത്തുക്കളെ? ഇതൊരു വിമർശനമായിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും കാണരുതേ പ്രിയമുള്ളവരെ. ആരെയും അടിച്ചേൽപ്പിക്കാനോ ആരുടെയെങ്കിലും വിശ്വാസത്തെ നമ്മൾ നൊമ്പരപ്പെടുത്താൻ ഒന്നും പറയല്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും, അന്ന് കേൾക്കണം. കാരണം നമുക്കിതൊരു ഭൗതിക ലാഭവുമില്ല, ഒരു ഭൗതിക ലാഭവുമില്ല. നിങ്ങളത് കേൾപ്പിക്കണം. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. എത്താത്തവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കും. വേണോ? നിങ്ങൾക്ക് വേണോ? വിശ്വസിക്കാം. വേണ്ടേ? തട്ടാം. ഒരു പ്രശ്നമില്ല. ഇതൊരു ബാധ്യത നിർവഹണമാണ്. അതുകൊണ്ട് മുൻവിധിയില്ലാതെ കുറച്ച് സമയം ഒന്ന് കേൾക്കാനുള്ള മനസ്സുകൾ കാണിക്കണം. ഏതുപോലെ മഹാനായ
അബൂ ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായി കൊണ്ടുവന്നവനാ. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു നന്മ എന്താണെന്നറിയോ? എന്നാലും ഇപ്പൊ എന്താണ് പറയുന്നത് കേൾക്കട്ടെ. ആ കേൾക്കാനുള്ളൊരു മനസ്സ് കൊടുത്തപ്പോൾ, അത് കേട്ടപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സ് വിശാലമാക്കി കൊടുത്തു. ഇന്ന് ഉമർ എന്ന് കേൾക്കുമ്പോൾ ലഅനത്ത് ചൊല്ലേണ്ടതിന് പകരം ഇന്ന് നമ്മൾ അക്ഷരം തെറ്റാതെ പറയും റളിയല്ലാഹു അൻഹു. അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ. അല്ലേ സുഹൃത്തുക്കളെ, ഹിദായത്ത് ഏത് നിലക്ക് നമുക്ക് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഓതുന്നത് മുഴുവനും പ്രമാണങ്ങൾ മാത്രമാണ്. വിശുദ്ധ ഖുർആന്റെ നമ്പർ സഹിതം പറഞ്ഞിട്ടാണ് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാ. സ്വഹീഹായ ഹദീസ് അല്ലാത്ത ഒന്നും ഇവിടെ പറയില്ല. നമ്മുടെ പ്രമാണം ഖുർആനും ഹദീസാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് എടുക്കണ്ടോ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചെക്ക് ചെയ്യണം. ശരി, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച ആദർശം എന്താ? സങ്കടങ്ങളും ആവലാദികളും വേവലാദികളും ഉണ്ടാകുമ്പോൾ നാട്ടുകാരോട് ചോദിക്കാനാ? അല്ലെങ്കിൽ മുൻകാലത്ത് ജീവിച്ച് മരിച്ചു പോയ മഹാന്മാരോട് ചോദിക്കാനാ? ആണോ? അല്ലല്ലോ. വിശുദ്ധ ഖുർആൻ മറിക്കൂ സഹോദരി സുഹൃത്തെ. പ്രവാചകന്മാരുടെ ചരിത്ര ശകലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലൂ. ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായ ആരാണ് റസൂലേ എന്നൊരു ചോദ്യം പ്രവാചകനെടുത്ത്. ഏറ്റവും കഠിനമായ ശിക്ഷക്ക് വിധേയനാകുന്ന ആളുകൾ ആരാ? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണെന്നറിയോ? അൽ അംബിയാഉ, പ്രവാചകന്മാരാ, നബിമാരാ. ഏറ്റവും കൂടുതൽ ക്രൈസിസ് ലോകത്ത് അനുഭവിച്ചത് അള്ളാഹുവിന്റെ റസൂൽ എന്ന് അനുഭവിച്ചതിന്റെ 100-ൽ 1 അംശം പോലും നഊദുബില്ലാ നമ്മളാരും സുഹൃത്തുക്കളെ അനുഭവിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ, പരീക്ഷണത്തിന്മേൽ പരീക്ഷണങ്ങൾ, ഒന്നൊന്നായി, സാമ്പത്തികമായി, ശാരീരികപരമായി, അല്ലെ, മനോദുഃഖമായി, പല നിലക്കും അവർ അനുഭവിച്ചു. എന്തിനാന്നറിയോ? ഒക്കെ ഖുർആൻ ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചു. എന്തിനാ? ഇനിയൊരു സമൂഹം വരും, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ക്രൈസിസ് വരുമ്പോൾ ഇവരൊക്കെ, നമ്മുടെ മുൻഗാമികളൊക്കെ, നമ്മളൊക്കെ മാതൃകയാക്കേണ്ട, സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച് നമ്മുടെ മുമ്പിൽ മാതൃക കാണിച്ച് നമ്മുടെ മുൻഗാമികളൊക്കെ എന്ത് നിലപാടെടുത്തു, ആ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഖുർആൻ പഠിച്ചാലേ കിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ പ്രയാസങ്ങളിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, പൊതുവെ ആളുകൾ ബേജാറായി പോകുന്ന ഒരു പരീക്ഷണമാണല്ലോ ഈ കല്യാണം കഴിഞ്ഞിട്ട് സന്താന ലബ്ധി ഇല്ലാതെ പോകുക എന്നുള്ളത്. അല്ലേ, പല ആളുകളുടെയും മനസ്സ് വിങ്ങുന്ന ഒരു ഏർപ്പാടാണ് സന്താനം കിട്ടാതെ വരുമ്പോൾ. അതൊരു പരീക്ഷണമാണ്. റഹ്മാനായ റബ്ബിന്റെ കഥ കിട്ടിയ ഒരു വലിയ സംഭവമായിതാക്കേണ്ട ആവശ്യമൊന്നുമില്ല സുഹൃത്ത്. നമുക്കതിനൊരു റോളില്ല. അത് റഹ്മാനായ റബ്ബ് നൽകിയ തീർത്തും വഹബല്ലാ എന്ന് പറഞ്ഞു അള്ളാഹു നൽകിയ ഔദാര്യമാണത്. ചില ആളുകൾക്ക് റബ്ബ് കൊടുക്കും, ചില ആളുകൾക്ക് കൊടുക്കൂല. ഈ കൊടുക്കാതിരിക്കുമ്പോഴാണ് പല ആളുകളും പലയിടത്തും ചെല്ലുക. ചർച്ച എന്താ? നാട്ടുമ്പുറത്ത് ചർച്ച എന്താ? റബ്ബിനോട് ചോദിച്ചോലേ, കിട്ടിയില്ലല്ലേ, നിന്നടത്തൊന്ന് പോയി നോക്കി നോക്ക്, അവിടെ ഇന്ന കാര്യം ചെയ്തു നോക്കി, ഇന്ന ഹോജന്റെ ഖബറിലേക്ക്, ഇന്ന തങ്ങളുടെ ബീവിന്റെ അടുക്കിലേക്കൊന്ന് പോയി നോക്ക്, അവർ ചില കാര്യങ്ങളൊക്കെ പറയും, അതും ചെയ്തു നോക്കി. പല ആളുകൾക്കും റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ശരിയെങ്കിൽ അവിടെയൊന്ന് ചെല്ലാം. പരീക്ഷണത്തിൽ തോറ്റുപോയി സുഹൃത്തെ, സഹോദരി. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തു മറിയം എടുത്തോ, എഴുതി വെച്ചോ, ആയത്ത് നമ്പർ 4-ാമത്തെ ആയത്ത് പോയി പരിശോധിക്കേണ്ട പ്രിയപ്പെട്ട ഉമ്മമാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ. അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നൊരു വാക്ക്, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാം, ഖാല റബ്ബി ഇന്നി വഹനൽ അളുമു മിന്നി വസ്തഅല റഅസു ശൈബാ. അല്ലാഹുവേ, എന്റെ എല്ലുകളൊക്കെ നുരുമ്പിച്ചു പോയിട്ടുണ്ട്, എന്റെ തല നരച്ച് തിളങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രായാധിക്യത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ. വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. എന്നാലും പടച്ചോനെ, ഞാൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തെ തൊട്ട് നിർഭാഗ്യവാനല്ല റബ്ബേ, എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ്. സക്കരിയ നബിയെ കുറിച്ച് വീണ്ടും പറയാം, ഹുനാലിക ദഅ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, എനിക്ക് നല്ലൊരു മകൾ എനിക്ക് നൽകണം, സന്താനത്തിന് നൽകണം. എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോട് മാത്രമാണ്, കാരണം പ്രാർത്ഥനകൾ കേൾക്ക് നീ മാത്രമാണ് എന്നാണ്. തൊട്ടപ്പുറത്ത് ആരുണ്ടെന്നറിയോ? സക്കരിയ നബി പ്രാർത്ഥിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് കറാമത്തുകൾ വെളിവായ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഉണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തവണ പള്ളിക്ക് കയറി വന്നപ്പോ ആ നാട്ടും പുറത്തൊന്നും ഇല്ലാത്ത ചില പഴവർഗ്ഗങ്ങൾ കാണുക. അന്നാലക്കി ഹാദാ, ഇതെനിക്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് തന്നതാ എന്ന. അതൊരു കറാമത്തായിരുന്നു, മഹദിയെ പിന്നെ ആദരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സംഗതിയായിരുന്നു, അല്ലേ?
ആ കറാമത്തുള്ള ഒരുത്തിയെ പിന്നീട് എന്താക്കിയിട്ടില്ല. ഇന്ന് കറാമത്തുള്ള ഒരാളാണല്ലോ താങ്കൾ, അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാം എന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ല. പ്രായാധിക്യമായിട്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പടച്ചോനെ തരൂ, ഒരു കുഞ്ഞിനെ തരൂ, വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല. എന്റെ നാട്ടിനും പുറത്ത് പല ആളുകളും പലയിടത്തും പോകുന്നു, പല വേരുകളിലും പോയി തൊട്ടിൽ കെട്ടുന്നു, തുലാഭാരം നടത്തുന്നു. എനിക്കതിനില്ല റബ്ബേ, ഞാനതിനില്ല എന്ന സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമോ? എടുക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു അല്ലാത്തൊരാളോട് ചോദിക്കാൻ പാടില്ല എന്ന. പിന്നൊരു മനുഷ്യനെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊന്നെന്ന രോഗമല്ലേ സുഹൃത്തുക്കളെ? കഠിനമായ രോഗത്തിന് വിധേയനായി എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല. ആ പരീക്ഷണം ഇങ്ങനെ വരുമ്പോ അവിടെ പിശാച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുമെന്ത്, എത്ര നോക്കിയിട്ടും മാറുന്നില്ല അല്ലേ, നിന്നോടത്തൊന്ന് പോയി നോക്കി, അവിടെ ഒരു ചികിത്സ ഉണ്ട്. ചിലതൊക്കെ കെട്ടിയാൽ, ചിലതൊക്കെ ബന്ധിച്ചാൽ, ചിലതൊക്കെ ഇന്ന മന്ത്രമൊക്കെ ചൊല്ലിയാൽ പരിപൂർണമായി കൊണ്ട് ശിഫ കൊടുക്കുമെന്നാണ്. എന്നിട്ട് പോവുകയാണ്, റബ്ബിനോട് ചോദിക്കാതൊരു പോക്ക്. എന്നിട്ട് ആ പോയിട്ട് റബ്ബിനോട് ചോദിക്കേണ്ട രോഗശമനം ആ ആളുകളോട് ചോദിച്ച് ശിർക്കിലകപ്പെട്ട് തിരിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വർഷമാണ് സുഹൃത്തുക്കൾ രോഗബാധിതനായത്? അല്ലാഹ് പറയാം, വഅയ്യൂബ ഇദ് നാദാ റബ്ബ അന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, അയ്യൂബിന് ഇതാ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ നീ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവനാണ് റബ്ബേ. എനിക്കിപ്പോഴും പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ പറ്റാതെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മുൻകാലത്ത് ജീവിച്ച ഒരു സ്വഹാബി, പിന്നെ ഏതെങ്കിലും ആളോട് ചോദിച്ചില്ല സുഹൃത്തുക്കളെ. ഒരു മുൻഗാമികളോട്, സജ്ജനങ്ങളോട്, തന്നെക്കാൾ പോരിശുള്ള ഒരാളോട് ചോദിച്ചിട്ടേയില്ല. എന്തെല്ലാം അനുഭവിച്ചു എന്നറിയും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ. അദ്ദേഹത്തിന് എമ്പാടും സമ്പത്തുണ്ടായിരുന്നു, കന്നുകാലികളുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു ധാരാളം, അല്ലെ, ഏറ്റവും ഉന്നതമായ പിന്നെ വീടുകളുണ്ടായിരുന്നു. അതെല്ലാം ഈ രോഗം കാരണമായിക്കൊണ്ട് തലക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി എന്നുള്ളതാണ്. അവസാനം ഇണമാത്രം തുണയായിരുന്നു. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ഒരു പ്രയാസം കടന്നു വന്നു. അദ്ദേഹത്തെ വെരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം പതറിയില്ല. എല്ലാവരും വിട്ടേച്ചു പോയപ്പോഴും റഹ്മാനായ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചു നിന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് സഹോദരാ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഏറ്റവും വലിയ ആ ഒരു മാതൃക എന്ന് പറയുന്നത്. ഒരു ഏലസ് ബന്ധിക്കാനോ ഐക്യല് കെട്ടാനോ മറ്റോ ഒരു പണി അവരെടുത്തില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗമുണ്ടോ നമുക്ക് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവേ, നീയാണ് രോഗം ശമിപ്പിക്കുന്ന ഷാഫിയായിട്ടുള്ളവൻ. നീ നൽകുന്ന ശമനത്തെക്കാൾ വലിയ ശമനം വേറെ ആളും തരൂല റബ്ബേ. അതുകൊണ്ട് എൻ്റെ രോഗത്തെ നീ ശമിപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. നാട്ടുകാര് പറയണതല്ല, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, അല്ലേ? മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വലിയ അപകടത്തിലാപ്പെട്ടത്. എല്ലാ കാരണങ്ങളും നിലച്ചു. മരണത്തിന് മുഖാമുഖം കാണുന്ന സമയം കടലിൽ വീണു. ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി, അല്ലേ? എന്നിട്ടോ അദ്ദേഹം പ്രതീക്ഷ വറ്റാതെ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് സുഹൃത്തുക്കളെ, ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അവിടെയും ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചത് എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചോനെ, എൻ്റെ ഈ കാര്യം, ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം, അള്ളാഹുവേ, എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് നീയാണല്ലോ റബ്ബേ. അള്ളാഹുവേ, ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, എനിക്ക് ഇതിൽ നിന്നൊരു മോചനം നൽകണേ എന്നാണ്. എന്തുണ്ടായെന്നറിയോ? നമുക്കറിയാം കഥ. നമ്മളെക്കാൾ മനോഹരമായ ആ കഥ നമ്മളെ 2ാം ക്ലാസ് 3ാം ക്ലാസ്സുള്ള കുട്ടികൾ പറഞ്ഞുതരും, മദ്രസയിൽ പോണ കുട്ടികൾ. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അല്ലാഹ് പറയാ, ഇതുപോലെ എല്ലാ കാരണങ്ങളും അസ്തമിച്ചു എന്ന് നിൽക്കുന്ന സമയത്തും റഹ്മാനായ റബ്ബ് ഇടപെട്ട് നമ്മളെയും രക്ഷിക്കുമെന്നാണ്. ഇതൊക്കെ നൽകുന്ന പ്രതീക്ഷ എത്രയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആ ഒരു പ്രയാസം, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ദാരിദ്ര്യം നമ്മൾ ആരെങ്കിലും അനുഭവിച്ചുക്കണം?
സംഗതി ശരിയാണ്. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ്, ഒരു സംശയമല്ല. ഒരു മാസം വരുമാനം മുട്ടിക്കഴിഞ്ഞാൽ അവൻ അനുഭവിക്കുന്ന ക്രൈസിസ് അത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ, അല്ലേ? പക്ഷെ സുഹൃത്തുക്കളെ, നമുക്ക് റബ്ബ് കണക്കാക്കിയതല്ലേ കിട്ടുള്ളൂ. റബ്ബ് നമുക്ക് കണക്കാക്കിയത് കിട്ടൂലേ? കിട്ടും, അതേ കിട്ടുള്ളൂ. ദാരിദ്ര്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതിനേക്കാൾ നമ്മൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? 3 മാസത്തോളം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അടുപ്പ് പുകയാത്ത നാളുകൾ കടന്നുപോയി. ആലോചിക്കാൻ പറ്റുമോ നമുക്ക്? അടുപ്പ് പുകയാത്ത നാളുകൾ കടന്നുപോയി. ആ സമയത്തും റഹ്മാനായ റബ്ബ് പറയാ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത നിലപാട് റബ്ബ് നമ്മളെ വിശദീകരിക്കുക. അല്ലാഹു റസൂൽ പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനോടെ പ്രാർത്ഥിക്കും, അവനോട് ഒരാളെയും പങ്കുചേർക്കാൻ എനിക്ക് കിട്ടൂല, എന്നെ കിട്ടൂല എന്ന്. അപ്പോൾ പോലും ഒരാളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അത് മുഴുവനും പങ്കുവെക്കേണ്ടത് റഹ്മാനായ റബ്ബിനോട് മാത്രം. മരണപ്പെട്ടവ കബറിൽ പോയി കിടക്കുന്ന ആളോട് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ സുഹൃത്തുക്കളെ? കിട്ടൂല. കാരണം എന്താണെന്നറിയോ? മരണപ്പെട്ട ഒരാളും ഇത് കേൾക്കുന്നില്ല, ഓൽക്കൊരു ഐഡിയ ഇല്ല. പല ആളുകളും പലതും പറയുന്നുണ്ട്, ഒരു പ്രമാണമില്ല. അല്ലാഹ് മരണപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? അത് പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അടക്കമുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതും ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. എന്താ? നിങ്ങൾ അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ അവരെന്നെ സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്. അവർ യാതൊന്നിനെയും സൃഷ്ടിക്കുന്നവരല്ല, അവർ മരിച്ചുപോയ ആളുകളാ. അവരെ എന്നാണ് കബറിന്ന് എണീറ്റ് വരിക എന്ന് പോലും അവർക്ക് അറിയില്ല എന്നാ. ആ കബറിന്ന് എന്നാ നീച്ച് വരിക എന്ന് പോലും അടുത്തൊരു ഘട്ടപ്പതാണല്ലോ. കബറിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത ഘട്ടം എന്താ? കബറിന്ന് എണീറ്റ് വരലല്ലേ. ആ ദിവസത്തെ കുറിച്ച് പോലും ഒരു ഐഡിയയും അവർക്കില്ല. അവർക്കൊരിക്കലും വൈബറിയുകയില്ല. അദൃശ്യജ്ഞാനം ഒരാൾക്കും അറിയില്ല. ഇതാരാ പറഞ്ഞത്? അതും പറഞ്ഞത് റഹ്മാനായ റബ്ബാണ്. സൂറത്ത് നംല് 65 എഴുതി വെച്ചോ, നോക്കിക്കോളി. എന്താ പറഞ്ഞത്? ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിൽ വെച്ചൊരാളും ഒരുത്തനും ഒന്നും ഗൈബ് അറിയുന്നവനില്ല. ഒരു തൊട്ടടുത്ത സെക്കൻഡിൽ എന്ന് നടക്കുമെന്ന് അറിയില്ല. അത് ആകാശഭൂമി എന്ന് പറഞ്ഞ് കബർ കൊണ്ടുപോയച്ചവരൊക്കെ പെട്ടു സുഹൃത്തുക്കളെ. അവിടെ റബ്ബ് പറഞ്ഞു, ആ കബറാളികളൊക്കെ എന്നാ എണീറ്റ് വരാന്ന് അവർക്കറിയില്ല. ആ വാലിഡിറ്റി ഡേറ്റിനെ കുറിച്ച് പോലും അവർക്കറിയില്ല. ലവലേശമെങ്ങാനും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സിൽ കൊത്തിവെച്ചോ, ലവലേശമെങ്ങാനും അവർക്കറിയാമായിരുന്നുവെങ്കിൽ അത് ആർക്കും ആദ്യം കിട്ടുക? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ? തൊട്ടടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ധാരണയുണ്ടാകുമായിരുന്നു. അതിനുള്ള കഴിവാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടില്ല എന്ന് റബ്ബ് പറഞ്ഞു. ഞാൻ ആർക്കും കൊടുത്തിട്ടുണ്ടെന്ന് വെക്കുക, ആദ്യം ആർക്കാ കിട്ടുക? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പോലും പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ എന്താണെന്നറിയോ? കുല്ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ ഇല്ലാ മാ ഷാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയസ്സൂ. നബിയെ, നീ ഉറക്കെ പ്രഖ്യാപിക്ക്, സമൂഹത്തിന്റെ മുമ്പിൽ എണീറ്റ് നിന്നുകൊണ്ട് നിന്റെ അവസ്ഥ നീ പ്രഖ്യാപിക്ക്. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ. കൂട്ടരെ, മാലോകരെ, ലോകത്തിലുള്ള മുഴുവൻ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അറിഞ്ഞോ, നബിയാ പറയുന്നത്, ഞാൻ എനിക്ക് പോലും ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല. അല്ലാഹ് കണക്കാക്കാത്തൊരു ഉപകാരം എനിക്കില്ല. എനിക്ക് നാളത്തെ കാര്യം അറിയില്ല. ഇത് പറയണു, വലൗ കുൻതു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും അദൃശ്യജ്ഞാനം അറിഞ്ഞിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ഒരുപാട് നന്മകൾ കിട്ടുമായിരുന്നല്ലോ.
വമാ മസ്സനിയസു, എന്നെ ഒരു ഉപദ്രവവും തടുക്കില്ലായിരുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ, ഇന്നലെ നടന്നു പോണ സമയത്ത് റഹ്മാനായ റബ്ബ് ഒരു വിധി നമുക്ക് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ തട്ടി വീഴും, നമുക്ക് അപകടം സംഭവിക്കും എന്ന് റബ്ബ് കണക്കാക്കിയത് അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് അറിയുമായിരുന്നെങ്കിൽ നമ്മൾ അതിന് പോകോ? ആരെങ്കിലും പോകോ? തീർത്തും ആത്മഹത്യപരമാകൂലേ? അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് അപകടം പറ്റണത്? അതിനെ കുറിച്ചിട്ട് ആ തൊട്ട സെക്കൻഡിൽ എന്താ നടക്കുന്ന അറിയാത്തത് കൊണ്ടാണ്. ഇത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. ഏതാ രംഗം എന്നറിയോ? ഉഹദിലെ രംഗം. ഇവിടെ നാലിച്ചൊക്കെ ഉഹദിൽ രണ്ടാമത്തെ പകുതിയിൽ ശക്തമായ പിന്നെ തിരിച്ചടികൾ കിട്ടിയ യുദ്ധമായിരുന്നു. ബദരീകളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ സുഹൃത്തുക്കളെ, ശരിക്കും പഠിക്കേണ്ട ചരിത്രമാണ് ഉഹദിനെ കുറിച്ചിട്ട്. കാരണം ഉഹദിൽ പങ്കെടുത്തവരാരാ? ബദരീങ്ങളാണ്, അല്ലേ? ഉഹദിൽ പങ്കെടുത്തവരാരാ? ബദരീങ്ങളാണ്. ബദരീങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ പിന്നെ ധരിച്ച ആളുകളുണ്ടല്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെയും ബദരീങ്ങളാണ്. ആ ബദരീങ്ങൾ ഇറങ്ങി പോരാടി യുദ്ധമാണ് ഉഹദ്. ആ ഉഹദിലാണ് പരാജയം ലഭിച്ചത്. ആ പരാജയത്തിൽ മൈക്കലിന്റെ പ്രശ്നം, എൻ്റെ തൊണ്ട പ്രശ്നം, ബേജാറണ്ട, പിന്നെ ചെറിയൊരു കഫക്കെട്ട് റെഡിയാവും. പിന്നെ അപ്പൊ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അവർ ഉഹദിൽ പങ്കെടുത്ത ആളുകളാണ്, അല്ലെ? ഉഹദിൽ പങ്കെടുത്ത ആളുകളൊക്കെ ബദരീങ്ങളാണ്. അവരിങ്ങനെ ഇറങ്ങിയിട്ട് പോണ സമയത്ത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ കുഴിച്ചു വെച്ച ഒരു കുഴിയിലണ്ട് വീണു. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ കാലിങ്ങനെ എടുത്ത് വെക്കണ സംഗതി, ഈ കാലെടുത്ത് വെച്ച് തൊട്ടടുത്ത സെക്കൻഡിൽ ഞാൻ ഒരു അപകടം എന്നെ പറ്റും, എന്നെ പിണയുമെന്ന് ഔലിയാക്കളുടെ നേതാവായ, സ്വാലിഹീങ്ങളുടെ നേതാവായ, അമ്പിയാക്കളുടെ നേതാവായ, സ്വർഗത്തിലേക്ക് ആദ്യം പോകുമെന്ന് എല്ലാവരും ഉറക്കെ പ്രഖ്യാപിക്കുന്ന നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരു സെക്കൻഡ് അപ്പുറത്ത് എന്ത് നടക്കുമെന്ന കാര്യത്തെക്കുറിച്ച് അറിവില്ല. അറിവുണ്ടായിരുന്നുവെങ്കിൽ അതിലേക്ക് വരൂ. പ്രവാചകന്റെ വീണു, പ്രവാചകന്റെ മുട്ടുംകാലിന് ക്ഷതമേറ്റു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ വന്ന പിന്നെ തൊടുത്തുവിട്ട അമ്പ് വന്ന് പ്രവാചകന്റെ ഭൂമിയിൽ തിറച്ചു. അത് ത്വൽഹാ റളിയല്ലാഹു അൻഹു കടിച്ചു പറിച്ചിട്ടു. അദ്ദേഹത്തിന് 2 പല്ലുകൾ പോയി. പ്രവാചകന്റെ കാലിൽ കുപ്പിച്ചില്ലും മറ്റുമൊക്കെ തറച്ചു. പ്രവാചകൻ അവശനായിക്കൊണ്ട് മാറി എന്നതാണ്. ബദരീങ്ങൾക്ക് രണ്ടാമത്തെ ഭാഗത്ത് പിശാച് ഉഹദിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, മുഹമ്മദൊക്കെ മരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പിശാച് ഇറങ്ങിയിട്ട് കിംവദന്തി പറഞ്ഞു, എനിക്ക് കഴിവുണ്ടല്ലോ, മുഹമ്മദൊക്കെ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞു. പല സാധുക്കളും എന്താണെന്നറിയോ, ഇത് ശരിയാണെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ഇറങ്ങി ഓടി. അപ്പൊ ദാ പറഞ്ഞ വാക്കി വന്നത് പിശാചാണ് എന്നും ഈ പറയുന്നത് സത്യമല്ല എന്നുമുള്ള ഒരു അറിവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അറിഞ്ഞില്ല സുഹൃത്തുക്കളെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കൾ പരസ്പരം ആളറിയാതെ തന്ത്രപ്പാടിൽ പരസ്പരം വെട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിച്ചൊരു പാറപ്പുറത്തിരിക്കുമ്പോ അത് ശത്രുവാണെന്ന് വിചാരിച്ച് ഒരു ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് അമ്പയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വേറെ ഒരാൾ വന്ന് തട്ടണ്. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു പരിധിക്കപ്പുറത്തിരിക്കുന്ന ആൾ പ്രവാചകനാണെന്ന് പോലും കാണാൻ അവസ്ഥയില്ലാത്തവരാണ് ബദരീങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു സത്യമാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, ബദരീങ്ങളെ നിങ്ങൾ കാണില്ലേ, നിങ്ങൾ കേൾക്കണില്ലേ, റബ്ബേന്ന് വിളിക്കുന്നിടത്ത് വീഴാൻ പോകുമ്പോൾ ബദരീങ്ങളെന്ന് വിളിക്കുന്ന ആളുകൾ എത്ര വലിയ ശിർക്കിലാണ് അവർ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന് നമുക്ക് തെളിവില്ല എന്ന് ക്ലിയർ ആയിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം കൂടി പറയട്ടെ. സ്വന്തം ഭാര്യയെക്കുറിച്ച് മോശമായൊരു ധാരണ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടും. ഏതെങ്കിലും ഭർത്താവിന് ഇഷ്ടപ്പെടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 ദിവസം വഹയി വന്നില്ല. ആയിഷമ്മയോട് വന്നിട്ട് അവസാനം പറഞ്ഞു, ആയിഷ എന്തെങ്കിലും പറ്റിക്കണോ? നാട്ടിൽ പറയണതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? ആ വാക്കാണ് ആയിഷമ്മ പറയേണ്ടത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചെന്നുള്ളത്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഐഡിയ ഇല്ല, കാരണം വഹി വരുന്നില്ല. ആരാ? സ്വന്തം ഭാര്യയുടെ അഭിമാനം ചോദ്യം ചിഹ്നമായി സമൂഹം കൊത്തിവലിക്കുമ്പോ അതിങ്ങനെ നോക്കി കണ്ടിട്ട് വിറങ്ങൊലിച്ച മനസ്സുമായി നിൽക്കുന്നൊരു ഭർത്താവിന് സത്യം മനസ്സിലാകണില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും. കാരണം എന്താ? ഒയ്ബറിയാത്ത പ്രശ്നമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ലോകത്തിൽ ഒരാൾക്കും നാളെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയാൻ കഴിയില്ല. ഒരു പരിധിക്കപ്പുറത്ത് കേൾക്കാനോ കാണാനോ അറിയാനോ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അങ്ങ് ഇറാഖിൽ ബാഗ്ദാദിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ്
മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മുഹ്യിദ്ദീൻ ഷെയ്ഖേ അങ്ങത് കാണുന്നില്ലെന്ന് പറയുമ്പോൾ എന്തർത്ഥമാണ് സുഹൃത്തുക്കളെ നമുക്കുള്ളത്? അങ്ങനെ പറയാൻ ഏത് ആയത്താണ് നമുക്ക് ലൈസൻസ് തന്നത്? ആയത്തും ഹദീസും ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് ഈ നരകം വാങ്ങുന്ന ഏർപ്പാടിലേക്കല്ലേ നമ്മൾ പോകുക? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്ലാമിൽ ഖബറുമായി യാതൊരുവിധ ബന്ധമില്ല, ഒറ്റ ബന്ധം മാത്രം. എന്താ? സൂറു അൽ ഖുബൂറ ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറത. നിങ്ങൾ ഖബറിനെ സന്ദർശിക്കണം, അത് നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. ഇന്നാളുകൾ പലപ്പോഴും ഖബർ സന്ദർശിക്കുന്നത് ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ പോകുന്നു, ജാറം മൂടുന്നു, നേർച്ചകൾ, വഴിപാടുകൾ, അർപ്പണങ്ങൾ, മറ്റുള്ള മതസ്ഥർ ചെയ്യുന്ന എല്ലാ ഏർപ്പാടും, നിലവിളക്കുണ്ട്, തുലാഭാരങ്ങളുണ്ട്, എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇങ്ങനെ ഉയരേണ്ട കൈകൾ താഴ്ഭാഗത്ത് കുരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഖബർ കിടക്കുന്ന ആളുകൾ ഇതൊക്കെ കേൾക്കും, അവര് മധ്യവർത്തികളായിക്കൊണ്ട് കടന്നു വരുമെന്നൊക്കെയുള്ള പ്രോസസ്സ്, ഒരു ചിന്താധാര സുഹൃത്തുക്കളെ മാറ്റിയെടുക്കേണ്ട കാര്യമാണ്. എന്നാണ് നമുക്കൊരു മധ്യവർത്തിന്റെ ആവശ്യമില്ല, നമുക്കൊരു മധ്യവർത്തിയുടെ ആവശ്യമേ ഇല്ല. അല്ലാഹ് പറയാം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയേ, എന്നോട് വന്നിട്ടേ നിന്റെ അടിമനെ കുറിച്ച് ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് എന്റെ അടിമ നിന്നോട് ചോദിച്ച് പറയണം എന്താണെന്നറിയോ? ഫഇന്നി ഖരീബ്. അത് ഞാൻ എടുത്താണ് അവനിക്കുള്ളത്, ഞാൻ അവന്റെ അടുത്തുണ്ട്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കാൻ റെഡിയാണ്. ആരാ സുഹൃത്തേ, ആരാ സഹോദരി നമ്മളെയും റബ്ബിനെയും ഇടയിൽ ഒരു മതിൽ സൃഷ്ടിച്ചത്? നമ്മളിൽ നിന്നും റബ്ബിനെ മാറ്റിയത്, അല്ലെങ്കിൽ റബ്ബിൽ നിന്നും നമ്മളെ ആരാ മാറ്റിയത്? എന്തിനാ അവർ മാറ്റിയത്? എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ റബ്ബിനോട് ചോദിക്കേണ്ട ഒരു കേസ്, അത് അവിടെ പോയി ചോദിച്ചാൽ പ്രത്യേകിച്ച് 10 പൈസന്റെ ഒരു ഉപകാരം അവർക്ക് കിട്ടാനില്ല. കുട്ടികളില്ലാതായി കഴിഞ്ഞാലും, കച്ചവടം പ്രശ്നമാണെങ്കിലും, വേറെ മുസീബത്തുണ്ടെങ്കിലും എല്ലാം റബ്ബിനോട് ചോദിക്കുന്ന റബ്ബ് അവന്റെ അവസ്ഥകൾക്കനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ 10 പൈസകൾ വരുമാനം അവിടെ ഇല്ല. അതുകൊണ്ട് അതിനിടയിൽ ബ്ലോക്ക് ഉണ്ടാക്കണം, എന്നിട്ട് ചില ഏരിയകൾ തുടങ്ങണം, കബറ് കെട്ടിപ്പൊക്കും, എന്നിട്ട് ഇതിന്റെ മഹത്വം പറഞ്ഞിങ്ങനെ വളമ്പും, റബ്ബിൽ നിന്ന് മാറ്റിയിട്ട് ഇതിന് വലിയ പോരിശകൾ കൊടുക്കും. ഇയാൾ ഇങ്ങനെയാണ്, ഈ മഹാൻ അങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, ചേമ്പാന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് സംഭവമാക്കി ഉദാഹരിച്ചിട്ട് ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് വരുത്തും. എന്നിട്ടോ ഫ്രീ സർവീസ് അല്ല. അവിടെ വന്ന് അവിടെ ഇപ്പോൾ ഗൂഗിൾ പേന്റെ സ്കാനിങ്ങിനെ കാണാൻ പറ്റും. എന്തിനാ കബർ കിടക്കുന്ന ആളുകൾക്ക് ഗൂഗിൾ പേ? എന്തിനാ കബറിൽ കിടക്കുന്ന ആളുകൾക്ക് ആ സ്കാനർ? എന്തിനാ അവിടെ കിടക്കുന്ന ആളുകൾക്ക് പൈസ ഉണ്ടോ? ആവശ്യമുണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നാട്ടുകാർ അതിന്റെ ഒരു ഓഹരി എടുത്തോട്ടെ, നാട്ടുകാർ രക്ഷപ്പെട്ടോട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ എന്നല്ലേ ദീനി സ്നേഹികളായ ആളുകൾ ചിന്തിക്കേണ്ടത്? ഒരു മഹാൻ അവിടെ ഉണ്ടെങ്കിൽ മൂപ്പർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുണ്ടെങ്കിൽ മൂപ്പർ ചെയ്തു കൊടുത്തോട്ടെ, ആളുകൾ രക്ഷപ്പെടട്ടെ എന്നല്ലേ പറയേണ്ടത്? ഓരോ പോക്കിനും, ഓരോ എഴുത്തിനും, ഒരു കുപ്പി വെള്ളത്തിന് പോലും ലക്ഷങ്ങൾ വിലയാണ്. അക്ഷരം തെറ്റാതെ പറയാൻ കഴിയും നമ്മുടെ ആശയത്തെയും കീശയെയും ഒരുപോലെ വസൂലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദുനിയാവെങ്കിലും കിട്ടും, മണിമാളികകളാണ് പൊക്കുന്നത് അല്ലേ? ഏറ്റവും ലക്ഷറി കാറുകളിലാണ് സംഘാടകർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോ 10 പൈസക്ക് ഗതിയില്ലാതെ പോകുന്നു, എത്രയോ കാലം സ്വരുക്കൂട്ടിയ പൈസ കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നു. ദീനും പോയി, ആദർശം പോയി, പണവും പോയി. മക്കളെ കിട്ടണോ? അത് പടച്ച റബ്ബ് എഴുതി വെച്ചൊരു ഒരു സമയം ഉണ്ടാവും, ആ സമയത്തേ കിട്ടുള്ളൂ. 100 ആൾ പോകുമ്പോൾ ഒരാൾക്ക് കിട്ടും. കിട്ടിയവനെ കുറിച്ച് എനിക്ക് 9 സംഭവമാക്കി പറയാം. 99 ആൾക്കും കിട്ടിയിട്ടുണ്ടല്ലോ, കാരണം പടച്ചം കണക്കാക്കി ഉണ്ടാവില്ല. ആ ചങ്ങായിക്ക്, ആ സഹോദരിക്ക് പടച്ചം കൊടുക്കാൻ വെച്ചൊരു ദിവസവും ഇവൻ പോയ ദിവസവും ഒന്നായതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ സുഹൃത്തുക്കൾ. അതിലൊക്കെ ഇതാര് പറയണതാ? ഖുർആൻ പറയണതാ. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്കൊരു തടസ്സമല്ല സുഹൃത്തുക്കൾ. 3 നിലക്ക് ഉത്തരം നൽകുന്നവർ, 3 നിലക്ക്. ഒന്ന്, ചോദിച്ചത് അപ്പോൾ എടുത്തു തരും. അല്ലേ, നമുക്ക് റബ്ബ് കണക്കാക്കി ഒരു അപകടം നമ്മളിൽ നിന്ന് മാറ്റിത്തരും. ഞാൻ അതുമല്ലേ, ഇത് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, നിസ്കരിച്ചതുപോലെ, നോമ്പ് പോറ്റതുപോലെ, സ്വതക്കൊടുത്തപോലെ ഇബാദത്താണ്. അതിനുള്ള കൂലി ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നല്ലോണം നമ്മൾ ശ്രദ്ധിക്കുക, റബ്ബിലേക്ക് നമ്മൾ അടുക്കുക. ഒരു മധ്യവർത്തിയും നമുക്ക് ആവശ്യമില്ല. ഇത് ശരിക്കും ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊണ്ടാൽ നമുക്ക് കിട്ടുന്ന മെച്ചം എന്താണെന്നറിയോ?
തൗഹീദ് മനസ്സിൽ കണ്ട് കേറി കഴിഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടാവില്ല, ഒരു ബേജാറുണ്ടാവില്ല. അല്ലാഹ് പറയാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹ് പോരെ അവന്റെ അടിമക്ക് ചോദിക്കുമ്പോ നമുക്ക് പറയാൻ പറ്റും എനിക്ക് എന്റെ റബ്ബ് മതി. ഇത് ആര് പറഞ്ഞാന്നറിയോ? ഹസ്ബിയല്ലാഹു വ നിഅ്മൽ വകീൽ. ആര് പറഞ്ഞതാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ശക്തമായ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വരുമ്പോ മലക്ക് ജിബ്രീൽ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും നിനക്കൊരു ഹെൽപ്പ് വേണോ? ജിബ്രീലിനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? റബ്ബ് തന്ന ഹെൽപ്പാണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരു മലക്ക് വന്നിട്ട് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ പോലും വേണ്ട, എന്റെ കാര്യം റബ്ബ് നോക്കിക്കോളും എന്ന് പറയുമ്പോൾ അത് കിട്ടുന്ന എത്ര വലിയ നിർഭയത്വമാണ് സുഹൃത്തുക്കൾ കിട്ടുക. സൗർ ഗുഹയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒളിച്ചിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ശത്രുക്കളുണ്ട്. ഒന്നങ്ങോട്ട് കുനിഞ്ഞു നോക്കി അവരെ കാണും, കണ്ട മാത്രയിൽ ശിരസ് താഴെ വീഴും. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ധൈര്യം എത്രയാണ്? എന്താ റബ്ബിനെ കുറിച്ച് വിചാരിച്ചത്? ഈ രണ്ടാളുടെ കൂടെ മൂന്നാമനായിട്ട് റബ്ബില്ലേ? ആ റബ്ബ് നമ്മളെ കാക്കൂലേ? അല്ലേ? ഒരു പർവ്വത സമാനം ഇങ്ങനെ നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് കടലിങ്ങനെ ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് മുമ്പിലെത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. തൊട്ടപ്പുറത്ത് അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കാൻ മാത്രമുള്ള ആ ഒരു ഇതോടുകൂടെ വന്ന് നിൽക്കുന്ന ശത്രുക്കൾ സർവ്വസായുധ സജ്ജരായിക്കൊണ്ട് വന്ന് നിൽക്കുകയാണ്. എന്താ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ. നമ്മളൊക്കെ പിടിക്കപ്പെട്ടൂലേ മൂസ എന്ന് പറഞ്ഞപ്പോ, അല്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എന്നെ കാത്തോളുന്നുള്ളതാണ്. സുഹൃത്ത്, എത്ര വലിയ നിർഭയത! ഇന്നിപ്പോ ആളുകളുടെ അവസ്ഥ എന്താണെന്നറിയോ? എല്ലാറ്റിനും പേടിയാ. റബ്ബിനെ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞ പിന്നെ എല്ലാറ്റിനും പേടിക്കും. ഒരു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ച വണ്ടിന് മുഖത്ത് കൂടെ ചാടിക്കഴിഞ്ഞാൽ അന്നത്തെ കാര്യം ഇനി നടക്കൂല. ചില ആളുകൾ വിചാരിക്കണതാണ്. ഒരു പല്ലിയൊന്ന് ചൊലിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് സത്യ. കുറ്റിച്ചൂലാനൊന്നും ഇവിടെ നാട്ടിൽ എന്താ പറയാ നമുക്കറിയില്ല. ഒരു പക്ഷിയുണ്ട്, അത് അതിന്റെ ഇണയെ ആകർഷിക്കുന്ന രൂപത്തിൽ സൗണ്ട് പുറപ്പെടുവിക്കും. കണ്ട നമുക്കൊരു പേടിയൊക്കെ തോന്നും, ഒരു ഭീകരത നമുക്ക് സൗണ്ടിൽ തോന്നും. അപ്പോൾ ആളെല്ലാം എന്താ പറയാന്ന് അറിയാങ്ങള്? അപ്പോൾ ആളുകൾ പറയും, ഈ നാട്ടിൻ പുറത്ത് ആരോ ഒരാളുടെ മരണത്തിന്റെ ധ്വനി മുടങ്ങിയിട്ടുണ്ട്. അതെങ്ങാനും ആ മഹലിൽ നിന്ന് ആരെങ്കിലും ആ സമയത്ത് മരിക്കും കൂടെ ചെയ്താലോ കഴിഞ്ഞു. ഞങ്ങളുടെ അയൽവാസി മണിയേട്ടൻ, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുള്ള സംഗതിയാണ്. ഈ സൗണ്ട് ഞാൻ കേട്ടു. അപ്പം നമ്മളൊക്കെ ചെറുപ്പ കുട്ടിയാണ സമയത്ത് വല്യമാരുടെ മറ്റൊന്നും അങ്ങനെ കേട്ട സംഗതിയാണ്. കുറ്റിച്ചൂല പോയിട്ടുണ്ട്, പടച്ചോനെ ഇനി ഒരു മയ്യത്ത് നമ്മുടെ മഹലിൽ നിന്ന് കാണാതിരിക്കില്ല എന്നുള്ള. പിറ്റേ ദിവസം മണിയേട്ടൻ പിന്നെ മരണപ്പെടുന്നത്. എന്തായി പിഞ്ചു മനസ്സിൽ, എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയോ? അറബി കോളേജ് ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുള്ള സംഗതി ഇത് ശരിയായിരുന്നു എന്നുള്ളതാണ്. ഖുർആനും ഹദീസൊക്കെ കയ്യിൽ തൊടുന്നതിന്റെ മുമ്പുള്ള നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിച്ച സംഗതി ഇതാണ്. വിചാരിച്ചു ശരിയാണ്, കാരണം മണിയേട്ടൻ മരിച്ചില്ലേ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ കേട്ടു. വല്ലാഹി സത്യം, തൊട്ട ദിവസത്തിൽ വീണ്ടും ഒരു മരണം. ഇതാ പിന്നെ പഠിച്ചപ്പോഴല്ല അറിയണത് അതിന്റെ ഇണയെ ആകർഷിക്കാണെന്ന്. ഭാര്യനെ കണ്ട ഭർത്താവ് വിളിക്കൂലേ, ആ വിളിയാണത്. അതിനപ്പുറത്തേക്ക് മരണവുമായിക്കൊണ്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, എല്ലാറ്റിനെയും പേടിയാകും. ആരിലെന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ പ്രശ്നം. ഒരു ഗർഭിണി തന്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വെച്ച കാല് പിന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം. എല്ലാറ്റിനും പ്രശ്നങ്ങളും. അശുഭാപ്തി വിശ്വാസവും ദുശകനങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്നാലോ തൗഹീദ് മനസ്സിൽ ഉറച്ച ഒരാളാണെന്നുണ്ടെങ്കിലോ പടച്ചോനിക്ക് 4-ാം മാസത്തിൽ കണക്കാക്കിയതൊക്കെ സംഭവിക്കും. അതെന്താണേലും സംഭവിക്കും. ഇനി അത് മാറ്റമുണ്ടോ? റബ്ബിനോട് നിരന്തരമായിക്കൂടെ പ്രാർത്ഥിക്കും. പടച്ചോൻ അവന്റെ ഹിക്മത്തനുസരിച്ച് എന്താക്കും അത് മാറ്റും. അത് വേറെ കാര്യം. നമ്മളെന്താ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ സുഹൃത്തുക്കളെ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത്. അല്ലേ, പടച്ചോനെ നീ നൽകിയതിനെ തടയാനോ തടഞ്ഞതിനെ നൽകാൻ ഒരാളില്ലാന്ന്. ഇത് മനസ്സിൽ തട്ടി അർത്ഥം വെച്ചിട്ട് നമ്മൾ ചൊല്ലാത്തോണ്ടാണ് ഇതിന്റെ മാന നമുക്ക് തിരിയാത്തത്, ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാത്തത്. അതുകൊണ്ട് എന്താണെന്നറിയോ, റഹ്മാനായ റബ്ബ് എന്നുള്ളത് സുഹൃത്തുക്കളെ, ആ ഒരു തൗഹീദ് ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിശ്വാസം ഓക്കെയാകുന്നതോടുകൂടി നമ്മൾ നിർഭയനായിരിക്കും. നിർഭയത്വമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് റബ്ബ് പറഞ്ഞത് അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. എന്താ? വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ശിർക്ക് കലരാതെ ഇങ്ങനെ മുന്നോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കായിരിക്കും പരിപൂർണമായ നിർഭയത്വം. അവരാർക്കും പേടിയുണ്ടാവില്ല. എൻ്റെ എല്ലാ കാര്യം റബ്ബ് തീരുമാനിച്ച റൂട്ട് കൂടെ അങ്ങനെ പോകും. എനിക്കതിന് യോഗ്യത ഉണ്ടോ? കിട്ടും. പടച്ചോൻ കണക്കാക്കിയിട്ടുണ്ടോ? കിട്ടും. അല്ലേ? കിട്ടൂല. ഇൻഷാ അല്ലാഹ് പരലോകത്ത് ഖലാസ് കഴിഞ്ഞു പരിപാടി. കുട്ടിയില്ലേ, ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ ഒരു കണക്കുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും.
ഇന്ന് ഈ ഒരു മാസം സാമ്പത്തിക ക്രൈസിസ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത മാസം പടച്ച് ഇന്ന മഅൽ ഉസ്രി യുസ്റാന്നല്ലേ, പ്രയാസത്തിന് ഒരു എളുപ്പമുണ്ട്, ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് കവർ ചെയ്തെന്നോളും. എന്തൊരു രസകരമാണ് നമ്മുടെ ജീവിതം. വിശ്വാസം ഓക്കെയാണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്ന്, സ്വർഗം ആഗ്രഹിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സുഹൃത്തുക്കൾ, നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തൗഹീദിന്റെ കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇന്നലദീന ആമനു എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാണെന്നറിയോ? പരലോകത്ത് ഒന്നാമതായിക്കൊണ്ട് വിചാരണയ്ക്ക് വിധേയമാക്കുന്ന കാര്യം നമ്മുടെ നിസ്കാരമാണ് സുഹൃത്തുക്കളെ. നിസ്കാരമാണ്. പല ആളുകളും എന്താ അറിയോ, നിസ്കരിക്കാത്ത ആളുകളുണ്ട്. പരലോകത്ത് ഒന്നാമത്തെ വിചാരം നിസ്കാരം. അത് ഓക്കെയാണോ, അതിനുശേഷമുള്ളതെല്ലാം റഹ്മാനായ റബ്ബിന്റെ സഹായത്തോടു കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും അലസത കാണിച്ച് അവിടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം അത് പ്രയാസകരമായിരിക്കുമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറക്കഹാ ഫഖദ് കഫറ. അല്ലാഹു റസൂൽ പറഞ്ഞു, നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള ഒരു ഡിവൈഡർ, ഒരു അന്തരം എന്ന് പറയുന്നത് എന്താ? നിസ്കാരമാണ്. നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ അവൻ പച്ച കാഫിറിന് തുല്യമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പണ്ഡിതന്മാർ ഒന്നുകൂടെ ശക്തമായിക്കൊണ്ട് പറഞ്ഞു, നിസ്കാരമില്ലാത്ത ഒരാളിന്റെ നിക്കാഹ് പോലും സ്വഹീഹാവൂല. അവർ നിക്കാഹിന് ശേഷം നടത്തുന്ന ലൈംഗിക ബന്ധം പോലും വ്യഭിചാരത്തിന്റെ ഹുക്കുമിലേക്ക് വരും. അവർ മരണപ്പെട്ടാൽ മുസ്ലിമീങ്ങളെ അടക്കുന്ന മക്ബറയിൽ കൊണ്ടുപോയി വെക്കാൻ പാടില്ല എന്ന് പോലും പറയാൻ മാത്രം ഗൗരവമുള്ള വിഷയമാണ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് നിസ്കാരത്തെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഇനി നിർവഹിക്കുന്ന ആളുകളുണ്ടാവും, നിർവഹിക്കേണ്ട രൂപത്തിലാണോ നിർവഹിക്കണം നമ്മൾ ആലോചിക്കണം. എന്തിനു ചെയ്യുന്ന നിസ്കാരാകും? 5 വഖത്ത് നിസ്കരിക്കണ്ടേ? 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കരിക്കേണ്ട രൂപത്തിലല്ല നിസ്കരിക്കുന്നത്. എല്ലാ കാര്യമുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപമുണ്ടോ എന്ന് നമ്മൾ അറിയണം. ആ നിസ്കാരത്തിലെ പ്രാർത്ഥനകളൊക്കെ സുഹൃത്തുക്കൾ നമുക്ക് അറിയോ? ശരിക്ക് അറിയോ? നമ്മളത് പഠിച്ചുക്കണോ? അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ശരിക്കും നമ്മൾ പഠിച്ചിട്ട് തന്നെയാണോ ചോദിക്കുന്നത്? ആമീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയോ? നമ്മൾ സുജൂദിൽ നമ്മൾ നിർവഹിക്കുന്ന, റുകൂയിൽ നമ്മൾ നിർവഹിക്കുന്ന, ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ നിർവഹിക്കുന്ന, സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന 7 കാര്യങ്ങൾ ചോദിച്ചു. മഗ്ഫിറത്തിനെ ചോദിച്ചു, മർഹമത്തിനെ ചോദിച്ചു, ആഫിയത്തിനെ ചോദിച്ചു, പല കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സ് തട്ടിയിട്ടാണ് നമ്മൾ ചോദിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പഠിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. കൂടെ സുന്നത്ത് നിസ്കാരങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. നിർവഹിക്കുന്നവർ തന്നെയും സമയത്ത് നിർവഹിക്കണം. ഏറ്റവും ഉന്നതമായ അമലേതാ പ്രവാചകരിൽ ചോദിച്ചപ്പോ അള്ളാഹു റസൂൽ കൊടുത്ത മറുപടി എന്താ? അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ വഖത്തിൽ നിസ്കരിക്കണം. ആണുങ്ങളാണോ അവർക്ക് ജമാഅത്ത് നിർബന്ധമാണ്. നിർബന്ധമായ ഇബാദത്താണ് ജമാഅത്ത് എന്ന് പറയുന്നത്. സഹോദരിമാർക്ക് ജമാഅത്ത് നിർബന്ധമല്ല, പക്ഷെ ആദ്യ സമയത്ത് നിർവഹിക്കണം. പലപ്പോഴും സുബഹി എപ്പോഴാണ് നിങ്ങൾ നിർവഹിക്കുന്നത്? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോളി. ലൊഹർ ഏത് സമയത്താണ് നിർവഹിക്കുന്നത്? ആത്മാർത്ഥമായി കൂടി ചിന്തിച്ചോളി. അതിന് മുൻപ് ശേഷമുള്ള റവാത്തിബ് നിസ്കാരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോളി. സുഹൃത്തുക്കൾ, നിസ്കാരം എന്ന് പറയുമ്പോഴേ അതിന്റെ റവാത്തിബ് നിസ്കാരങ്ങൾ കൂടെ ഗൗരവത്തെ നമ്മൾ കാണണം. കാരണം എന്താണെന്നറിയോ? നിസ്കാരമാണല്ലോ ആദ്യത്തെ ചർച്ച. ഈ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് വരാത്തൊരു നിസ്കാരം നമ്മളത് നിർവഹിക്കുന്നതാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്, അല്ലേ? നമ്മൾ എത്ര നിർവഹിച്ചാലും ഫാൾട്ടുകൾ ഉണ്ടാവും. ഈ ഫാൾട്ടുകൾ, ഈ ന്യൂനതകൾ പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയെന്നറിയോ? സുന്നത്തായ നിസ്കാരങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമ്മുടെ റവാത്തിബ് നിസ്കാരം നമ്മൾ നിസ്കരിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെന്ന് പരിഹരിക്കാം? അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് സുന്നത്തായ നിസ്കാരങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം പരമാവധി ചെയ്യുന്നൊരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം. പക്ഷേ 2 നിബന്ധനകൾ നമ്മൾ എപ്പോഴും ഒത്തു നോക്കണം. നല്ലതല്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടപോലെ ചെയ്യാൻ പറ്റൂല. അത് നിസ്കാരല്ലേ, അത് ദിക്റല്ലേ, അത് കുട്ടികൾക്ക് ചോറ് കൊടുക്കലല്ലേ, അത് നാട്ടുകാർക്ക് ബിരിയാണി വെച്ച് കൊടുക്കലല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഇസ്ലാമിൽ നല്ല പോരിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു രൂപത്തിൽ, ഒരു കോലത്തിൽ, ഒരു പ്രത്യേക ദിവസത്തിൽ അങ്ങനെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ പണ്ഡിതന്മാർ പറഞ്ഞു 2 നിബന്ധനയുണ്ട്. ഒന്ന് ഇഖ്ലാസാണ്, ചെയ്യുന്നത് മുഴുവനും പരലോകത്ത് രക്ഷപ്പെടണമെന്ന ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയായിരിക്കണം. ആരുടെയും പബ്ലിസിറ്റിക്കല്ല, ആരുടെയും മനസ്സിൽ നമ്മൾ വലിയ സംഭവമാകാൻ വേണ്ടിയിട്ടല്ല.
അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മുഖ്ലിസീകളായിക്കൊണ്ട് ചെയ്യാൻ കഴിയണം. രണ്ടാമത്തെ നിബന്ധന അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പ്രവാചകന് പഠിപ്പിച്ചതായിരിക്കണം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു മൂലക്കിരുന്നുങ്ങണ്ട് പിന്നെ പ്രത്യേകം ചില കല്ലുകളൊക്കെ എടുത്തിട്ട് പ്രത്യേക എണ്ണത്തിലും വണ്ണത്തിലും സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലുക. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എടുത്തുകൂടെ തന്നെ പോകുന്നുണ്ട്. അല്ല, ഇതെന്താ പരിപാടി? പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു ടൈമിൽ, പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു രൂപത്തിൽ ഒരു പ്രത്യേക എണ്ണവും വണ്ണത്തിൽ നിങ്ങളെന്താ ചൊല്ലണമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ദിക്റുകൾ ചൊല്ലുകയാണെന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർ ഓടിച്ചു എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രങ്ങൾ പോലും താഴെ വീണുടഞ്ഞിട്ടില്ല. പ്രവാചകൻ ഉപയോഗിച്ച വസ്ത്രം അത് നുരമ്പിട്ടില്ല. പ്രവാചകൻ ആ ഒരു ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെട്ട അധിക നാൾ കഴിയുന്നതിന് മുൻപ് ദീനിൽ നിങ്ങൾ പുതുതായി പലതും കൊണ്ടുവരികയാണോ എന്ന് പറഞ്ഞ് ദിക്റുകൾ ചൊല്ലിയിരുന്ന ആളുകൾ ആട്ടിപ്പറഞ്ഞയച്ചു എന്ന് സ്വഹീഹായ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ സുഹൃത്തുക്കളെ, നല്ലതല്ലേ എന്നതല്ല നമ്മുടെ മാനദണ്ഡം, പ്രവാചകന് പഠിപ്പിച്ചതാണോ എന്നതാണ്. അങ്ങനെ നോക്കുമ്പോ പല ആളുകൾ സ്വർഗം കിട്ടാൻ വേണ്ടി ഇന്ന് പലതും ചെയ്യുന്നുണ്ട്. സൽക്കർമ്മങ്ങളാന്ന് വിചാരിച്ച് നേർച്ച നടത്തുന്ന ആളുകളുണ്ട്, നബിദിനാഘോഷം സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട്, മാലമൗലിദുകൾ, ഹദ്ദാദുകൾ, റാത്തിബുകളൊക്കെ ചൊല്ലുന്ന ആളുകളുണ്ട്. കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. അന്ന് ഒരു സുഹൃത്തിനെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഒരു പ്രായമുള്ള ആളുകൾ ഇങ്ങനെ കടന്നു പോയി. നമ്മളിങ്ങനെ പരിചയപ്പെട്ടു, എവിടേക്കാ കാക്ക പോണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നല്ല ഇഖ്ലാസോട് കൂടെ നല്ല മുഖത്ത് തന്നെ തഖ്വ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നിസ്കാരമൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ട് അവരിങ്ങനെ പോവുകയാണ്. എവിടേക്കാ ഞങ്ങൾ പോണത്? ഒരു പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ അവിടെ ഒരു റാത്തീബ് നടക്കുന്നുണ്ട്, ഒരു ഹദ്ദാദ് എന്ന് നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുക. ആര് പഠിപ്പിച്ചു? മാലമൗലിദുകൾ ആര് പഠിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഏതെങ്കിലും ഒരു ദിവസം വല്ല മാലകളോ മൗലിദുകളോ ചൊല്ലിക്കണോ? അത് ഉണ്ടാക്കിയ ആളുകൾ തന്നെ ജനസമക്ഷം പറഞ്ഞു, മാലോകരെ നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ ഞങ്ങൾ ചെയ്യണതൊക്കെ ഈ പറയപ്പെട്ട സംഗതികളൊന്നും ഉള്ളതാണ്, നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, ചിലതൊക്കെയാണ് ഇതിലുള്ളൂ, ബാക്കികൾ നോക്കിയിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ എന്ന് മൗലീദ് ഗ്രന്ഥം രചിച്ച ആളുകൾ തന്നെ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കഴിഞ്ഞിട്ട് 300 വർഷത്തിന് ശേഷം കൊണ്ടുവന്നൊരു സാധനം അതെങ്ങനെയാണ് സുഹൃത്തുക്കൾ ദീനിൽപ്പെടുക? അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ റോൾ എന്താ? പ്രവാചകൻ എന്തിനാ ഈ പണിയൊക്കെ എടുത്തത്? അല്ലെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തെ കഠിനാധ്വാനം അവസാനിപ്പിച്ച് ഹജ്ജത്തുൽ വദാഇൽ എണീറ്റ് നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ചോദിച്ചു, ഹലാ ബല്ലഗതു, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ സ്വഹാബ എന്ന് ചോദിക്കുമ്പോ സ്വഹാബാക്കൾ ഒന്നടങ്കം പറഞ്ഞു, പ്രവാചകരെ താങ്കളെല്ലാം പഠിപ്പിച്ചു. സ്വർഗം കിട്ടുന്നൊരു കടുകുമണിയോളമുള്ള നന്മയുണ്ടോ പ്രവാചകന് പഠിപ്പിച്ചു. നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ പ്രവാചകൻ പഠിപ്പിച്ചു. അതിനെ വിരോധിച്ചു. ഇനി പ്രവാചകൻ പഠിപ്പിക്കാത്തതൊന്നും ദീനല്ല എന്ന് പറയുമ്പോൾ സ്വർഗം കിട്ടാൻ വേണ്ടി സ്വഹാബാക്കൾക്കോ പ്രവാചകനക്കോ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അവരൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഏർപ്പാടുകൾ ചെയ്താൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ എങ്ങനെ ദീനാകും? അതുകൊണ്ടാ പറഞ്ഞത്, മൻ ആമില അമലൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു എന്റെ കൽപ്പനയില്ലാത്തത് എങ്കിലോ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഇങ്ങനെ ബിദ്അത്തുകൾ ചെയ്ത ആളുകൾ നാളെ പരലോകത്ത് വരുന്നൊരു രംഗത്തെക്കുറിച്ച് അള്ളാന്റെ റസൂലിനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറയാ, എല്ലാ പ്രവാചകന്മാർക്കും ഹൗദ് ഉണ്ടാവും, ഹൗദുൽ കൗസർ അല്ലെ. ഹൗദുൽ കൗസറിന്റെ വെള്ളത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു, പാലിനേക്കാൾ വെളുപ്പുള്ള, തേനിനേക്കാൾ മധുരമുള്ള ഒരു ഇറുക്ക് വെള്ളം അതിൽ നിന്ന് എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത, വിശക്കാത്ത ഒരു പാനീയമാണ് ഹൗദുൽ കൗസർ നമുക്ക് കൊടുക്കപ്പെടുന്നത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ അല്ലേ. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് പാഞ്ഞു ചെല്ലുമെന്നാണ്. പ്രവാചകൻ ആവേശത്തോടുകൂടി ഇത്രയും വലിയ സമൂഹത്തിൽ ലീഡറാണല്ലോ ഞാനെന്ന് ആഗ്രഹത്തോടുകൂടി അവരെ എല്ലാവരെയും വിളിക്കും, അവരോടി വരും. പക്ഷെ ഇടയിൽ വെച്ചൊരു മറയിടപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കും, എന്താ അള്ളാഹുവേ എനിക്കും അവർക്കും ഇടയിലൊരു മറ? ഈ ഹൗദുൽ കൗസറിൽ നിന്നും ഒരു ഇറക്ക് പാനിയും അവർക്ക് കൊടുക്കാൻ എനിക്ക് എന്താ തടസ്സം? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്ന മറുപടി എന്ന ഫയുഖാൽ, ആ സമയത്ത് പറയപ്പെടുമത്ര, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നബിയേ താങ്കളുടെ മരണത്തിന് ശേഷേ
നീ പൂർത്തിയാക്കി വെച്ചു പോയ ആ ദീനിലേക്ക്, ആ നിറക്കുടത്തിലേക്ക് വെള്ളം ചേർത്തവരാവർ. പുതിയതായി പല കർമ്മങ്ങളും കൊണ്ടുവന്നവരാ. ഒരു നിറഞ്ഞു നിൽക്കുന്ന കുടത്തിലേക്ക് ഇനി വെള്ളം നമുക്ക് ഒഴിക്കാൻ പറ്റും? ഇനി ഒഴിച്ചാൽ എന്താ ഉണ്ടാകുക? ഉള്ളതാണ് പുറത്തു പോകും, അല്ലേ? അതിലുള്ള സംഗതി പോകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, ഒരു ബിദ്അത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ലൈഫിൽ നിന്ന് സുന്നത്ത് പോയിട്ടുണ്ടാവുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ കേൾക്കുമ്പോൾ കോപാകുലനായിക്കൊണ്ട് പറഞ്ഞു, ഫഅഖൂൽ, ആ സമയത്ത് ഞാൻ പറയും, സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി, എന്റെ കാലശേഷം ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അഹോരാത്രം പരിശ്രമിച്ച് ശക്തമായ പട്ടിണി കടന്ന് ദുരന്തങ്ങൾ സമ്മാനിച്ചത് ഏറ്റുവാങ്ങിയിട്ട് ഞാൻ പടുത്തുയർത്തിയ ഒരു ദീനെ അതിൽ മാറ്റത്തിരുത്തുകൾ വരുത്തിയവർ എന്നിൽ നിന്നും വിദൂരത്തു പോകട്ടെ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. നാളെ നമ്മൾ ഒഴിവാക്കിയാൽ സുഹൃത്തെ, പിന്നെ ആരുണ്ട് നമ്മളെ ഏറ്റെടുക്കാൻ? ഉമ്മാക്ക് കഴിയുമോ? വാപ്പാക്ക് കഴിയുമോ? കൂട്ടുകുടുംബക്കാർക്ക് ആർക്കെങ്കിലും കഴിയുമോ? നമ്മുടെ അവലംബമാരാ? നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുന്നത് ആരാ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ? പ്രവാചകന്റെ ശഫാഅത്തിനല്ലേ നമ്മൾ കൊതിക്കുന്നത്? പക്ഷെ അത് കിട്ടൂല എന്നാ പറയണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഒരു ചെറിയ ഫിൽട്രേഷൻ നടന്നോട്ടെ. ഇതെന്റെ പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയുണ്ട്, എങ്കിലും എനിക്കത് ചെയ്യാം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? വിശ്വാസമൊക്കെ ഓക്കെയാണ്, കർമ്മങ്ങളൊക്കെ ഉഷാറായിക്കൊണ്ട് ചെയ്യുന്നുണ്ട്, വിധത്തൊന്നും വരുന്നില്ല എന്നെ കൂട്ടിക്കോ. എന്നാലും പരലോകത്ത് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? സമ്പത്ത് അത് നല്ല നിലക്ക് കൊണ്ടുനടക്കാത്ത ആളുകളാണ്, ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാത്ത ആളുകൾ. ഈ മനുഷ്യന്റെ പൊതുവുള്ള പ്രത്യേകത എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനെ ശക്തമായ രൂപത്തിൽ ആഗ്രഹിക്കാത്തൊരു മനുഷ്യന് ഭൂമി ലോകത്തില്ല എന്നുള്ള. 10 കിട്ടിയാൽ 100 കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പലപ്പോഴും ആളുകൾ, അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ആദം സന്തതിക്ക് ഒരു താഴ്വര നിറച്ച് സ്വർണം കൊടുത്താലും അവൻ ആഗ്രഹിക്കും ഇതുപോലത്തെ ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു. ഈ ആർത്തി മരിച്ചാലല്ലാതെ തീരൂല എന്നാ പറഞ്ഞു. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിങ്ങളൊക്കെ ദുനിയാവിന്റെ മുകളിലുള്ളത്. ഇതിനാര് ചൂഷണം ചെയ്യുന്നറിയോ? ഇത് പിശാചിന് നമ്മളിലേക്ക് കയറി വരാനുള്ള വാതിലാണ് സുഹൃത്തുക്കളെ. ജനത്തോട് നമ്മുടെ ഈ ആർത്തി പിശാചിന് കയറി നിരങ്ങാനുള്ളൊരു വാതിലാണ്. ഇത് ശരിക്കും നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ അത് മതിയാകും നാളെ പരലോകത്ത് നമ്മൾ പിന്നെ പരീക്ഷിക്കപ്പെടാൻ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബ, വെച്ച കാലങ്ങട്ട് പിറകോട്ട് മുന്നോട്ട് വെക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. പോയാൽ മതി എന്ന് പറയാം. അതിൽ പലതും പറയുന്നുണ്ട്. അതിൽ ഒരു ചോദ്യം എന്താണെന്നറിയോ? വഅൻ മാലിഹി, നമ്മൾ സമ്പാദിച്ച സമ്പാദത്തെ കുറിച്ച് ചോദിക്കും. എന്താ ചോദ്യം? എത്ര സ്വതക്ക കൊടുത്തു എന്നല്ല ആദ്യത്തെ ചോദ്യം. എത്ര പാവപ്പെട്ടവരെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടോ, പാവപ്പെട്ടവർക്ക് താങ്ങായി തണലായി വർത്തിച്ചിട്ടുണ്ടെന്നല്ല ആദ്യത്തെ ചോദ്യം. മിൻ ഐന ഇക്തസബഹു, ഇജ്ജത് എവിടുന്ന ഉണ്ടാക്കിയത്? നീ അത് എവിടുന്നാ സമ്പാദിച്ചത്? സമ്പാദന രീതിയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആദ്യം അറിയേണ്ടത്. അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവിടെ ചോദിക്കുകയാണ്, ഇജ്ജത് എങ്ങനെ ഉണ്ടാക്കിയത്? രണ്ടാമത്തെ ചോദ്യം ഫീമാ അൻഫഖഹു, രണ്ടാമത്തെ ചോദ്യമാണ് ഇജ്ജത് എന്തിലാ ചെലവഴിച്ചത്? അപ്പൊ ആദ്യം നമ്മൾ മറുപടി പറയേണ്ട സംഗതി എന്താണെന്നറിയോ? നിങ്ങള് എങ്ങനെയാണ് ആ വരുമാന മാർഗം എന്നുള്ളത്? സുഹൃത്തുക്കളെ, ഹറാമിലൂടെയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുതേ എന്ന് പറഞ്ഞ റൂട്ടിലൂടെയാണോ നമ്മൾ സമ്പാദിച്ചത് എങ്കിൽ പരലോകത്ത് അത് വിരൽ കടിക്കേണ്ടി വരുമെന്നുള്ളത് സത്യമാണ്. വിരൽ കടിക്കേണ്ടി വരുമെന്നുള്ള സത്യമാണ്. ദുനിയാവിലുള്ള പരീക്ഷണം എന്താണെന്നറിയോ? ഒരു പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല സുഹൃത്തുക്കളെ. റബ്ബുമായിട്ടൊരു കണക്ഷൻ നമുക്ക് വെച്ചു പുലർത്താൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ അവൻ യാത്രക്കിടയിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് ചോദിക്കുകയാണ്, എന്ത് പടച്ചോനെ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് റബ്ബേ, യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. ഒരു ഉത്തരം നൽകപ്പെടേണ്ട ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിലുണ്ട്. ഒന്ന് യാത്രയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചിട്ടാണ് പറയണത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കപ്പെടുന്നില്ല. അല്ലാഹു റസൂൽ അതിന് പറഞ്ഞ റീസൺ, കാരണം എന്താണെന്നറിയോ? മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമില, അവന്റെ പാനീയം ഹറാമില, അവനുടുത്ത വസ്ത്രം ഹറാം കൊണ്ട് വാങ്ങിയതാ. ഫഅന്നാ യുസ്തജാബുല,
ഹറാമുകളെ കൊണ്ട് ഊട്ടപ്പെട്ടവനക്ക് എങ്ങനെയാണ് ഉത്തരം ലഭിക്കപ്പെടുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഒരു കെട്ടങ്ങനെ വരുമ്പോഴേ ഐസിയുലേക്ക് നമ്മൾ ബന്ധപ്പെട്ടവനെ കയറ്റുമ്പോൾ ഇപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, അല്ല മെയിൻ്റെ ആക്കൂല എന്നുള്ളതാണ്. കാരണം ശിർക്ക് വന്നത് കൊണ്ടല്ല, കാരണം ബിദ്അത്ത് ചെയ്തുകൊണ്ടല്ല. എന്താ കാരണം? ഹറാമിലൂടെ സമ്പാദിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയ നല്ല റിസ്ക് നിങ്ങൾ എടുക്കൂ, ഞാൻ നിങ്ങൾക്ക് നൽകിയ ഹലാലായ രൂപത്തിൽ നിങ്ങൾ സമ്പാദിക്കൂ എന്ന് റഹ്മാനായ റബ്ബ് പറയാ. ഈ ധനസമ്പാദന രംഗത്ത് പലരും പല നിലക്ക് ഉള്ള സമ്പത്തിനെ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സമീപിക്കുന്ന ഒരു വിഷയം എന്താണെന്നറിയോ? പലിശയാണ് സുഹൃത്തുക്കളെ, പലിശയാണ്. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബ, നിങ്ങൾ പലിശ ഭുജിക്കരുത്. നല്ലോണം ആലോചിക്കണം. പലിശ ഭുജിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത തൊട്ടായത്തെന്താണെന്നറിയോ? വത്തകുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. എന്തിനാ സുഹൃത്തുക്കളെ പലിശ പറഞ്ഞെടുത്ത് നരകത്തെ കുറിച്ച് പറഞ്ഞത്? എന്തിനാ സഹോദരിമാരെ പലിശ പറഞ്ഞെടുത്ത് നരകത്തെ കുറിച്ച് പറഞ്ഞത്? പലിശ തൊട്ടവന്റെ സങ്കേതം അത് നരകമാണ് എന്നതാണ്. ഖബറിൽ കൊണ്ടുപോയി വെച്ച അദാബുണ്ട്. ഒരു മനുഷ്യനിക്ക് ലഭിക്കപ്പെടുന്ന ഖബർ ശിക്ഷനെ കാണിച്ചു കൊടുക്കപ്പെട്ട റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആരാ? ഒരു മനുഷ്യനത് രക്തപ്പുഴയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. രക്തപ്പുഴയിൽ അദ്ദേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വെള്ളം, നമ്മൾ സാധാരണ വുളു എടുക്കാനോ കുളിക്കാനോ ഉപയോഗിക്കുന്ന വെള്ളം ഒന്ന് ചൊയ വ്യത്യാസം വന്നാൽ അതിന്റെ അവസ്ഥ എത്രയായിരിക്കും സുഹൃത്തുക്കളെ? അല്ലേ? രക്തത്തിലാണ് കുളിച്ചു നിൽക്കുന്നത്. അദ്ദേഹം ശരി എന്തായാലും പെട്ടല്ലോ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറുകര പറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശക്തമായ രൂപത്തിൽ നീന്തുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കരയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു, വലിയൊരു കല്ലും പിടിച്ചിട്ട്. കരയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിലേക്ക് അത് കല്ലിടുമെന്നാണ്. അത് ഇടുന്ന സമയത്ത് എവിടെ നിന്നാണോ അദ്ദേഹത്തിന്റെ നീന്തൽ ആരംഭിച്ച് അവിടത്തേക്ക് തന്നെ പോകുമെന്നാണ്. ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണിത്? ഇത്രയേറെ മോശമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ആൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ മറുപടി എന്താണെന്നറിയോ? പലിശ ഭുജിച്ച ആളാണ് എന്നാണ്. അതുകൊണ്ടാണ് വൻ പാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ, കള്ളുകുടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ശിർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം വഅക്ലു റിബ, പലിശ ഭുജിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ പലിശ ഭുജിക്കാന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, പലിശക്ക് കൊടുക്കുന്നവന് മാത്രമേ പ്രശ്നമുള്ളൂ. പലിശ കഴിക്കുന്നവനക്ക് മാത്രമേ പിന്നെ പ്രശ്നമുള്ളൂ, കൊടുക്കുന്നവനക്ക് പ്രശ്നമില്ലെന്ന് ആരും ചിന്തിച്ചു പോകരുതേ. പലിശയുടെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അള്ളാഹു റസൂൽ പറഞ്ഞതെന്നറിയും, പലിശയുമായി ബന്ധപ്പെടുന്ന എല്ലാവരും റഹ്മാനായ റബ്ബ് ശപിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, പിന്നെ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബ, പലിശ ഭുജിക്കുന്നവൻ, വമൂക്കിലഹു, അതിനെ കൊടുക്കുന്നവൻ, തീറ്റിക്കുന്നവൻ. ആരാ തീറ്റിക്കുന്നത്? പലിശ കൊണ്ടുപോയി കൊടുക്കുന്നവൻ. ലോണായി, EMI, അല്ലേ? ഇനി എന്തെല്ലാം രൂപത്തിൽ പലിശയുടെ ഏർപ്പാടുകളുണ്ടോ? ഞാൻ വാങ്ങണമെന്നില്ല, ഞാൻ എന്റെ സമ്പാദന മാർഗമായിക്കൊണ്ട് പലിശനെ സ്വീകരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കൊടുക്കുന്നുണ്ട്, അല്ലേ? അത് കൊടുക്കുന്നുണ്ടോ നമ്മൾ? അള്ളാഹു റസൂൽ പറയുമ്പോൾ മൂക്കിലഹു വഖാതിബഹു, കൊടുക്കുന്നില്ല, വാങ്ങുന്നില്ല, പക്ഷെ അത് എഴുത്തുകുത്ത് നടത്തുക. ബാങ്കിലെ പണി എഴുത്തുകുത്ത് നടത്തുക. പിന്നെന്താ? വശാഹിദൈഹി, അതിന് സാക്ഷി നിൽക്കുക. ഞാൻ അതിന് സാക്ഷി നിന്നു. അള്ളാഹു റസൂൽ പറയും വഖാലഹും സവാ, ഈ പറയപ്പെട്ട മനുഷ്യരെല്ലാം തിന്മയിൽ ഒരേപോലെയാ, ഇവർക്കെല്ലാമുള്ള ശിക്ഷയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അതിലേക്ക് പോകാൻ പറ്റൂല എന്നാ പറഞ്ഞു. അതിന്റെ ഗൗരവത്തെ കുറിച്ച് അള്ളാഹു റസൂൽ പറഞ്ഞെന്താണെന്നറിയോ? ഏറ്റവും പലിശയുടെ പല തട്ടുണ്ട്. അതിൽ ഏറ്റവും മിനിമം റബ്ബ് വരവെക്കുന്ന തെറ്റെന്താ വെച്ചാൽ, സ്വന്തം ഉമ്മയെ ഉപയോഗപ്പെടുത്തിയവന്റെ എന്തൊരു തെറ്റ് ഉണ്ടോ അവന്റെ മേൽ, എന്തൊരു ശിക്ഷ അവനെ കാത്തിരിക്കുന്നുണ്ടോ അത് ലഭിക്കുമെന്നാണ്. നഊദു ബില്ലാഹ്. സ്വന്തം ഉമ്മയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഗൗരവമാണ് പലിശയുമായി ബന്ധപ്പെട്ടതിനെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അല്ലാഹ് പറഞ്ഞു, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു പിന്നെ കച്ചവടത്തെ ഹലാലാക്കി തന്നു. പക്ഷേ പലിശയെ റബ്ബ് ഹറാമാക്കിയത് അതുകൊണ്ടാണ് എന്നാണ്. പിന്തിരിയാത്തവരോട് റബ്ബ് ഒരു ഭീഷണി കൂടെ മുഴക്കി. ഒരു വിഷയത്തിലും സുഹൃത്തെ, സഹോദരി, അല്ലാഹ് ഭീഷണി മുടക്കിയിട്ടില്ല. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ടീമാണ് പലിശയുമായി കൊണ്ട് ബന്ധപ്പെട്ട. നല്ലോണം ആലോചിച്ചു. അള്ളാഹ് പറയാണ്, ഫഇല്ലം തഫ്അലൂ
ഫഇല്ലം തഫ്അലൂ ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. നിങ്ങൾ ഒരു യുദ്ധത്തിന്, ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറായിക്കോളി എന്നാണ്. അള്ളാഹുവിനോട് ഏറ്റുമുട്ടാൻ തയ്യാറായവർ മാത്രം പലിശയിലേക്ക് വന്നാൽ മതി. കഴിയോ സുഹൃത്തുക്കളെ? അള്ളാഹുമായിട്ട് കൊമ്പ് കോർക്കാൻ നമുക്ക് കഴിയും. റബ്ബ് നമ്മളാണ് തകർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ കഴിയുമോ? നമ്മൾ ചെറുത്ത് നിൽക്കാൻ കഴിയും? റബ്ബ് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പടച്ചവനെ പരീക്ഷിക്കല്ലേന്നല്ലേ? കാരണം റബ്ബെങ്ങാനും കണ്ട് തരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സുഹൃത്ത് തടുക്കാൻ കഴിയില്ല. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. റബ്ബിന്റെ പിടുത്തം അത് വല്ലാത്തൊരു പിടുത്തമായിരിക്കും. അള്ളാഹു ശിക്ഷിക്കുന്ന പോലെ ഒരാൾക്കും ശിക്ഷിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് നല്ലോണം ആലോചിക്കണം. ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒപ്പിടുന്ന സമയത്ത് ഇങ്ങനെ ഓർമ്മ വരണ ഈ ആയത്ത്, പടച്ചോനെ ഞാൻ നാളെ ഇന്ന് മുതൽ ഈ ഒപ്പിടുന്നതോടുകൂടെ ഞാനിതാ റബ്ബിനോട് ഏറ്റുമുട്ടാൻ പോകുക. പരീക്ഷണങ്ങളായിരിക്കും സുഹൃത്തെ, പരീക്ഷണങ്ങളായിരിക്കും. വെറുതെ ആലോചിക്കുക, ഈ ലോണൊക്കെ എടുത്ത് വീടൊക്കെ കെട്ടി വലിയ സംഭവമായി വലിയ 2 നില 3 നിലക്കിന് കെട്ടി എല്ലാ നാട്ടുകാരൊക്കെ ഉഷാറായിക്കൊണ്ട് കാണിച്ചു, ഹൗസ് വാമിംഗ് നടത്തി, നല്ല ഫുഡൊക്കെ കൊടുത്ത് എല്ലാ ആളുകളുടെ കമൻ്റൊക്കെ ഉഷാറായിക്കൊണ്ട് കിട്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും പല്ലും കുത്തി അങ്ങനെ പോകും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഇങ്ങനെ സോഫ സീറ്റിൽ ഇങ്ങനെ മഴന്നിങ്ങനെ കടക്കുമ്പോൾ ഉറക്കം വരൂല. എത്ര മനുഷ്യന്മാരുണ്ട് സമാധാനം നല്ല എല്ലാവരും കണ്ണഞ്ചി പോകുന്ന ഭവനമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ആഗ്രഹിച്ചു പോകണം അങ്ങനത്തെ ഒരു വീട് കെട്ടി ഭയങ്കര സെറ്റായി എന്നൊക്കെ പറയുന്നുണ്ടാവും, ഭയങ്കര കമൻ്റൊക്കെ ഉണ്ടാവും. പക്ഷെ ഉള്ളിൽ കടക്കുന്ന ആളുടെ മനസ്സ് വിങ്ങായിരിക്കും. AC ഉണ്ട് അല്ലെ, ഫാന് ശക്തമായ രൂപത്തിൽ കറങ്ങുന്നുണ്ട്, ചൂട് മാറുന്നില്ല. ആ ചൂട് എവിടെ നിന്നറിയാം? തൊലിപ്പുറത്തുള്ള ചൂടല്ല, ഉള്ളാണ് പുകയണം. കൊടുക്കൂല സമാധാനം പടച്ചോനെ. നമ്മളെ പ്ലാനിങ് ഒക്കെ ഉണ്ടാവും, മാസത്ര അങ്ങോട്ട് മാറ്റാം എന്നുള്ളതൊക്കെ. ആ പ്ലാനിങ്ങിനെ മുഴുവനും തെറ്റിക്കുന്ന രൂപത്തിലായിരിക്കും ചിലപ്പോൾ പുറച്ചോ വേറെ പുറത്തിന് പിന്നെ അങ്ങോട്ട് തരിക. പണി ഇങ്ങോട്ട് തന്നാലേ അത് കഴിയില്ല സുഹൃത്തുക്കളെ, പൊന്തൂല ശരീരം. ഇന്നാൾ വാട്സപ്പിലുണ്ടായിരുന്നു 30 ലക്ഷം ലോൺ എടുത്തൊരു സഹോദരി. 30 ലക്ഷം അവരുടെ ഭർത്താവ് പണിയെടുത്ത് ചോര നീരാക്കി എത്രയോ വർഷം സമ്പാദിച്ചത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മുതലിലേക്ക് 1 രൂപ പോലും വരവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പം എന്തുണ്ടായി? ആ വീട് വെക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പം ഈ 30 ലക്ഷം അത് പോയി. ഇത്രയും കാലം കൊടുത്ത പരീക്ഷ അത് തോപ ചെയ്തില്ലെങ്കിൽ അത് പരലോകം പോയി. അപ്പം എന്തിനാണ് സുഹൃത്തുക്കളെ? അതുകൊണ്ട് എന്താണെന്നറിയോ, റബ്ബ് നമുക്ക് നൽകിയ വരുമാനത്തിന് ജീവിക്കാൻ നമ്മൾ പഠിക്കാം. ഈ നാട്ടുകാരെ ബോധിപ്പിക്കാനൊക്കെ വേണ്ടി നമ്മൾ ജീവിച്ച് പഠിക്കണ്ട. നമ്മളടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. കടം പോലും അപകടമാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അത്യാവശ്യ കാര്യങ്ങൾക്ക് ഹലാലായ ഉദ്ദേശം കടം വാങ്ങാം, ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ പലിശ തൊടാൻ പാടില്ല. അപ്പം നമ്മളെന്താ പറയാന്നറിയോ? ഇതൊന്നും ഇല്ലാതെ എങ്ങനെ നടക്കാന്നുള്ളത്? നടക്കും സുഹൃത്തുക്കളെ, ഇതില്ലാതെ എങ്ങനെയാണ് നടക്കാന്നുള്ളത്? നടക്കും. നാട്ടുകാരത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓന്റെ ഖജനാവ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ റഹ്മാനായ റബ്ബ് എത്ര വലിയ ഖജനാവിന്റെ ഉടമസ്ഥനാണ് സുഹൃത്തുക്കളെ. റബ്ബിന്റെ അടുത്തില്ലേ കാര്യങ്ങൾ? നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ സുഹൃത്തുക്കൾ റബ്ബ് വിചാരിച്ചാൽ കഴിയില്ലേ? അത് വിചാരിക്കാൻ കഴിയാത്ത എന്താണെന്നറിയോ? നമ്മൾ റബ്ബ് നമ്മൾ അത്രേ ബന്ധമുള്ളൂ. ഇങ്ങനെ പലിശയിൽ കൂടി നടക്കുന്ന ആളുകളൊക്കെ നമ്മൾ പിന്നെ പഠിച്ചു നോക്കുമ്പോൾ, വീക്ഷിച്ചു നോക്കുമ്പോൾ റബ്ബുമായിട്ടൊരു ബന്ധം ഒലിക്കില്ല. നിസ്കാരം ഓക്കെയല്ല, ഇബാദത്ത് ഓക്കെയല്ല, ശരിക്കും പ്രാർത്ഥിക്കണില്ല. ജീവിതത്തിൽ ഒരു തുറവി ആയിരിക്കാ സുഹൃത്തുക്കളെ. അള്ളാനെ ശരിക്ക് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവനൊക്കെ പടച്ചോൻ തുണയായി നിൽക്കുള്ളൂ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, പലിശയിൽ പോയി കുടുങ്ങി. നല്ലൊരു ബാധ്യത അദ്ദേഹത്തിന് വന്നു. അദ്ദേഹത്തിന് ഇത് വയതും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി തെറ്റ് തിരുത്താൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ പല വാതിലുകളും തൊട്ടുനോക്കി, നടക്കണില്ല. അദ്ദേഹം ഇബാദത്തുകൾ സജീവമാക്കി. പലപ്പോഴും നമ്മളൊക്കെ പേഴ്സണലായിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ വീക്ഷിക്കുമ്പോൾ കൊതിയൂറുന്ന രൂപത്തിൽ അദ്ദേഹം ഇബാദത്തിൽ സജീവമായി. എന്നും സുബഹി നമസ്കാരത്തിന് നേരത്തെ എത്തി ജമാഅത്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായി കൊണ്ട് അറിയാവുന്ന ഒരാളാണ്. എന്തുണ്ടായെന്ന് അറിയാമോ? അദ്ദേഹത്തിന് അന്ന് ശരിക്കും കൊറോണ കഴിഞ്ഞ ശേഷം പണിക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അദ്ദേഹം ശക്തമായ പരീക്ഷണം, സാമ്പത്തിക പരീക്ഷണത്തിലൂടെ അദ്ദേഹം പോകുന്നത്. പക്ഷെ ഇബാദത്തിൽ ഒരു അളവ് പോലും അദ്ദേഹം എന്താക്കിയില്ല, പുറകോട്ട് പോയില്ല. പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. എന്താ സംഭവം ഉണ്ടായെന്ന് അറിയാമോ? അദ്ദേഹത്തിനോട് സ്വകാര്യമായ സംഭാഷണം നടത്തിയ സമയത്ത് ഇത്രയൊക്കെ പലിശ ഉണ്ട്, പോയി പെട്ടതാണ്, ഒരു നിവൃത്തിയിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നായി സംശയം. യാദൃശ്ചികമായി കൂടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 1-2 ആളുകൾക്ക് ഈ പലിശയുമായി ബന്ധപ്പെട്ട ഒരു പൈസ നമുക്ക് കിട്ടുമല്ലോ. അപ്പം അത് കുറച്ച് ക്യാഷ് കൊണ്ട് വന്നു. ഇത് അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരാളെ കണ്ടെത്തി കൊടുത്താലും പറഞ്ഞിട്ടാണ് നമ്മളെ നാട്ടിൽപ്പെട്ട പ്രധാനികളായ 1-2 പേരുടെ പിന്നെ കൈകളിൽ ആ പണം എത്തുന്നത്.
ഒന്ന് ആലോചിച്ച് നിങ്ങള്. ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ വന്ന ആളാരെന്നറിയും, ഈ പറയപ്പെട്ട ആളാണ്. നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു, ഇങ്ങനെ ക്യാഷ് വന്നിട്ടുണ്ട്, പിന്നെ എത്രയാണ് നിങ്ങൾ ചോദിച്ചു. കറക്റ്റ് അദ്ദേഹത്തിന് എത്രയാണ് ബാങ്കിൽ കൊടുക്കാനുള്ളത് അത് കൊടുത്തു. 2 അടുക്കളായിക്കൊണ്ട് കൊടുക്കുക. അത് അദ്ദേഹം രക്ഷപ്പെട്ടു. ആരുടെങ്കിലും പോയി ചോദിച്ചാൽ കിട്ടുമോ? ഏതെങ്കിലും വാതിൽ പോയി തട്ടിയാൽ കിട്ടുമോ പണം? അദ്ദേഹത്തിനറിയാം ഇത് പടച്ച റബ്ബിന്റെ പരീക്ഷണമാണ്. റബ്ബിനോട് ചോദിച്ചാലേ കിട്ടൂ. ആ ചോദിക്കാനുള്ള ക്വാളിറ്റി അദ്ദേഹം തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നപ്പോ പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം പിന്നെ രക്ഷപ്പെട്ടു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതൊക്കെ വെറുതെ പറയലാണ്. ആരും തരൂല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നല്ല. എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ, വേണ്ട, ഉള്ളതുപോലെ മതി. ഇൻഷാ അല്ലാഹ് റബ്ബിന് ഏകിയിട്ടുണ്ട്, വീട് കയറും. റബ്ബ് ഏകിയിട്ടുണ്ട്, ആ വീട് കയറിയിരിക്കും. ആ ശക്തമായ നിലപാട് എടുത്തവരൊക്കെയും ഇന്ന് അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബ് അവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. സന്തോഷത്തോടുകൂടെ ഇന്ന് അവർ അന്തിയുറങ്ങുന്നു നല്ല വീടുകളിൽ. അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടിയിരിക്കും സുഹൃത്തുക്കളെ. അനുഭവം സാക്ഷിയാണ്. അതുകൊണ്ട് എന്താ അറിയോ, റബ്ബിലേക്ക് അടുക്കാതൊന്നും നേരാവില്ല. ആ റബ്ബിന്ന് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പല ന്യായങ്ങളും നമ്മുടെ മനസ്സിലേക്ക് പിശാച് ഇങ്ങനെ ഇട്ട് തരും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ വാക്ക് മാത്രം, പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം മാത്രം പഠിപ്പിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോ, അള്ളാഹ് കാത്തോളും. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ റെഡിയാണോ? നിനക്ക് ഒരു പ്രയാസം വരുന്ന സമയത്ത് നിന്റെ മുമ്പിൽ റബ്ബിനെ നിനക്ക് കാണാൻ കഴിയുമെന്നാണ്. നമ്മൾ പോലും നിലക്കാത്ത രൂപത്തിൽ, നമ്മൾ പോലും പ്ലാൻ ചെയ്യാത്ത വാതിലുകൾ റഹ്മാനായ റബ്ബ് വല്ലാഹി സത്യം തുറന്നു തന്നിരിക്കും. നമ്മുടെ അവസ്ഥ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന റബ്ബ്. എത്ര തന്നാലും സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ഖജനാവ് തീരും. അതുകൊണ്ട് എന്താണെന്നറിയോ, ഏറ്റവും വലിയ ധനാഢ്യനായ റഹ്മാനായ റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമുക്കൊരു യോഗ്യത ഉണ്ടാകണം. എന്താ യോഗ്യത? ജീവിതം വിശുദ്ധമാകണം. ഏതൊക്കെ രംഗത്ത്? ഒന്ന്, വിശ്വാസ രംഗത്ത് വിശുദ്ധമാകണം, കർമ്മരംഗത്ത് വിശുദ്ധമാകണം, തൗഹീദുള്ള പിന്നെ ബിദ്അത്തില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകണം. സ്വഭാവ രംഗത്ത് വിശുദ്ധമാകണം. ബാക്കിയുള്ളവരെ കണ്ണീരിലാഴ്ത്തുന്ന വാചകങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാക്കുകളെ കൊണ്ട് നമ്മളൊന്ന് നാവ് 2 തവണ അനക്കുമ്പോഴേക്കും മറ്റൊരുത്തിയുടെ കണ്ണീര് വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല. നാവിനെ അടക്കാൻ നമുക്ക് കഴിയണം. ഗീബത്തിൽ നിന്നും നമീമത്തിൽ നമ്മൾ ഒഴിവാകണം. ഞാൻ കാരണം ഒരാളും കരയില്ല, ഞാൻ കാരണം ഒരാളുടെ മനസ്സുപോലും വേദനിക്കൂല എന്ന് ശാഠ്യം പിടിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്മുടെ സ്വഭാവം മാറും. അപ്പൊ എന്ത് പറയുമ്പോഴൊന്ന് ചിന്തിക്കും, എന്ത് നിലപാടെടുക്കുമെന്ന് ചിന്തിക്കും. പരമാവധി ആളുകളെ ചേർത്ത് പിടിക്കുക, സന്തോഷം നൽകുക, അല്ലെ, എല്ലാവരെയും ചേർത്ത് സന്തോഷിപ്പിക്കുക. നമ്മുടെ ഒരു പ്രസൻസ്, അദ്ദേഹം വരുന്നുണ്ട്, അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സന്തോഷം വരുന്നുണ്ടെങ്കിൽ അവനാണ് സുഹൃത്തുക്കളെ യഥാർത്ഥം ജീവിക്കുന്നവൻ. അല്ലെങ്കിൽ എന്താ അറിയോ, ജീവനുണ്ട്, റൂഹുണ്ട്, ആളുകളുടെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. ഇവരൊന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളെ ബോധിപ്പിക്കാൻ കുറച്ച് ആളുകൾക്ക് വരുമായിരിക്കും. അങ്ങനെയല്ല, നമ്മൾ മരിച്ചു എന്നറിയുമ്പോൾ ആത്മാർത്ഥമായിക്കൊണ്ട് നമുക്ക് വേണ്ടി ജനാസി എത്ര സമയം കഴിഞ്ഞിട്ടാണെങ്കിലും വെയിറ്റ് ചെയ്ത് ആത്മാർത്ഥമായിക്കൊണ്ട് ആ 4 റക്അത്ത് നിർവഹിക്കാൻ നമുക്ക് ഉണ്ടാകണം. ആളുകൾ ഇങ്ങോട്ട് കൂടെ നിൽക്കും. എന്താ എങ്ങനെ നിൽക്കാന്നറിയോ? സ്വഭാവം ഉഷാറാണെങ്കിലാണ്. അതുകൊണ്ട് സ്വഭാവ രംഗത്ത് വിശുദ്ധി, അത് പാലിക്കാൻ പഠിക്കാൻ നമുക്ക് കഴിയണം. മറ്റേത് സാമ്പത്തിക രംഗത്ത് വിശുദ്ധിയാണ്, മറ്റൊന്ന് ലൈംഗിക രംഗത്ത് വിശുദ്ധിയാണ്. ഒരാണുണ്ടോ അവൻക്ക് റഹ്മാനായ റബ്ബ് ഇണയാക്കി കൊടുത്തത് അവന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. അത് വിട്ടിട്ട് മറ്റൊരുത്തിലേക്ക് അകാരണമായി കൊണ്ട് നോക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്ന രൂപം നമുക്ക് ഉണ്ടാകരുത്. അവിഹിതം അതുണ്ടാകരുത്. ശക്തമായ രൂപത്തിൽ നമ്മൾ നല്ലോണം ചിന്തിക്കേണ്ട കാര്യമാണ്. അതില്ലാതിരിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. സ്വകാര്യ നിമിഷങ്ങളിൽ നെറ്റുകളും മറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പല പുരുഷ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങളും മറ്റുമൊക്കെ വരുമ്പോ നമ്മുടെ കണ്ണുകൾ പാളുന്നില്ല, മനസ്സെടറുന്നില്ല, കാലുകൾ പതറുന്നില്ല. റഹ്മാനായ റബ്ബിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തമ ബോധത്തോടു കൂടെ കണ്ണിനെ താഴ്ത്താൻ കഴിയുമോ നമുക്ക്? അവിടെയാണ് റബ്ബിലേക്ക് അടുക്കുവാനുള്ള യോഗ്യത നമ്മൾ തേടുന്നത്. ഈ കടമ്പകൾ കടക്കുമ്പോഴാണ് പടച്ചോനേ എന്റെ കാര്യം എന്ന് പറയുമ്പോഴേ റബ്ബ് അങ്ങോട്ട് വസൂലാക്കുകയുള്ളൂ. അതില്ലാത്തവരായി നിലക്കുള്ള മുസീബത്തിലൊക്കെ പോയി പെടുക. കാരണം അവനക്ക് തന്നെ അറിയാം പടച്ചോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്.
അതുകൊണ്ട് അങ്ങനത്തെ ഉണ്ടാകും വിശുദ്ധമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകുക? അത് പ്രാർത്ഥിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഏതാ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ? ഭയഭക്തി, അല്ലേ, തഖ്വ ഞാൻ ചോദിക്കുന്നു. വൽ ഹുദാ, ഹിദായത്തിന് ചോദിക്കുന്നു. മരിക്കും വരേക്കും നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള മഹത്തരമായ തൗഫീക്ക് ഞാൻ ചോദിക്കുന്നു. വത്തുഖാ വൽ അഫാഫ, അല്ലാഹുവേ, ലൈംഗിക രംഗത്തുള്ള ഒരു വിശുദ്ധി ഞാൻ നിന്നോട് ചോദിക്കുന്നു. വൽ ഗിനാ, ഏറ്റവും കിട്ടിയതിൽ മനസ്സംതൃപ്തിയോടുകൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. അങ്ങനെ അങ്ങോട്ട് നമ്മൾ റബ്ബിലേക്ക് അടുക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമുക്കായിരിക്കും നല്ലൊരു മരണം നൽകുക. സുഹൃത്തുക്കളെ, സ്വർഗം കണ്ട് മരിക്കുന്നവരെ കുറിച്ച് റബ്ബ് പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു വെച്ച കാര്യം എന്താണെന്നറിയോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സ്വർഗം കണ്ട് മരിക്കുന്ന ആളുകളെ കുറിച്ച് പറയാ. ആരാ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ്, എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചോദിക്കാനുള്ളത് എൻ്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രം എന്ന് തൗഹീദ് പക്കയാക്കിക്കൊണ്ട് നടന്ന ആൾ. സുമ്മസ്തഖാമു, എന്നിട്ട് ആ മാർഗത്തിൽ ഉറച്ചു നിന്നു. പതറാതെ പടച്ചോനെ ഹിദായത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ നിന്നു. തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അവനെ മരിപ്പിക്കാൻ വേണ്ടി വരുന്ന മലക്കുൽ മൗത്തും സംഘവും അവനിലേക്ക് അതാ ഇറങ്ങുന്നു. എന്താ പറയണത്? അല്ലാ തഖാഫു, ഇനി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇനി ഇതിനപ്പുറത്ത് മരണാനന്തരമുള്ള ലോകത്തെ കുറിച്ച് നിങ്ങൾ ഭയക്കണ്ട, എല്ലാം എളുപ്പമായിരിക്കും. വലാ തഹ്സനൂ, നിങ്ങൾ മരണത്തിന് വിധേയമാകുമ്പോൾ വിധവയാകാൻ പോകുന്ന ഭാര്യയെക്കുറിച്ചോ യത്തീമാകാൻ പോകുന്ന മക്കളെക്കുറിച്ചോ, അല്ലെ, നിനാരംഭരാകാൻ പോകുന്ന മാതാപിതാക്കളെ കുറിച്ചോ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അവർക്ക് കൂടെ ഇൻഷാ അല്ലാഹ് ഇവിടെ വേറെ സിസ്റ്റം ഏർപ്പെടുത്താൻ പോകുന്നു. വഅബ്ശിറൂ, ഇനി നിങ്ങൾക്കുള്ള ആകെയുള്ള പണി എന്താ? സന്തോഷിച്ചോ എന്നാണ്. എന്താ സന്തോഷം? എന്തിനെ കുറിച്ച സന്തോഷം? ബിൽ ജന്ന, സ്വർഗത്തെ കുറിച്ചാ സന്തോഷം. ഏതാ സ്വർഗം? അല്ലതീ കുൻതും തുഅദൂൻ. ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഒരു സ്വർഗല്ലേ ആഗ്രഹിച്ചത്? ഇന്നതിലേക്ക് പോകാതെ എന്നപ്പോ ആഗ്രഹിച്ചൊരു സ്വർഗല്ലേ? വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സ്വർഗല്ലേ? ആ സ്വർഗമാണ് ഇനി അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ആ നിലയ്ക്ക് നമുക്ക് മരിക്കാൻ കഴിയണം. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, അല്ലേ, റബ്ബിലേക്ക് തൃപ്തിപ്പെട്ട രൂപത്തിലേക്ക് ഇങ്ങോട്ട് വന്നോ എന്ന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയുന്ന രൂപത്തിൽ മരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞത് മുഴുവനും ആരെയും വേദനിപ്പിക്കാനല്ല, ആരെയും പ്രയാസപ്പെടുത്താനല്ല, ഒന്നിനുമല്ല. ചില ചിതറിയ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നു. പ്രമാണങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, വിശുദ്ധ ഖുർആനെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളൂ, പ്രവാചകന്റെ സ്വഹീഹായ ഹദീസുകളെ പറഞ്ഞിട്ടുള്ളൂ, സ്വഹീഹായ ചരിത്ര ശകലങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പരിശോധിക്കുമ്പോൾ ചിലതൊക്കെ മാറ്റാനുണ്ടെന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാറ്റാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല, അവിടെ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് തീ കുണ്ടാരം കണ്ടിട്ട് വറക്കാത്ത തൗഹീദ് മനസ്സിലാക്കിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീ കുണ്ടാരം കണ്ടിട്ട് പോലും ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെന്ത് നാട്ടുകാർ, പിന്നെന്ത് വീട്ടുകാർ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒറ്റക്ക് പോരാടാനാണ് നമ്മുടെ വിധിയെങ്കിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ പോരാടാൻ നമുക്ക് കഴിയണം. റബ്ബുണ്ടാകും നമ്മുടെ കൂടെ എന്ന കൃത്യമായ സന്തോഷ വാർത്ത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് ആ നിലക്ക് കൃത്യമായി കൊണ്ട് ദീനിനെ ഉൾക്കൊള്ളുവാനും ഉൾക്കൊണ്ട ദീനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അതിനനുസരിച്ച് സമൂലമായ മാറ്റങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ വിധേയമാക്കുവാനും ആ ഒരു റാഹത്തോടു കൂടെ ഇഹലോകത്തും പരലോകത്തും സൗഭാഗ്യ ജീവിതം കെട്ടിപ്പടുക്കാനൊക്കെയുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനവധി സുഹൃത്തുക്കൾ, സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാർ, അള്ളാഹുവേ എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ,
അള്ളാഹു എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹു നാളെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. ഈ പറഞ്ഞതും കേട്ടതും അടക്കം നാളെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലാക്കി ഞങ്ങൾ സ്വീകരിക്കണമേ റഹ്മാനെ. ഖബറിലും ബർസഖിലും ഒക്കെ ഇതൊരു വെളിച്ചം വീശാൻ കാരണമായി തീരുന്ന ഒരു ഇരുത്തമാക്കി ഞങ്ങൾ സ്വീകരിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം എത്താത്ത ആളുകൾക്ക് അള്ളാഹു ഈ ഉപദേശങ്ങളെ കൊണ്ട് നീ മനസ്സ് ഹിദായത്തിനെ സന്നിവേശിപ്പിച്ചു കൊടുക്കണമേ റബ്ബേ. അവരെ ദീനിൽ അടിയുറച്ച് നിർക്കാനുള്ള സൗകര്യങ്ങൾ നീ ഏർപ്പെടുത്തി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.